സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ മാനസികമായി അലട്ടുന്ന ഒരു വിഷയത്തിനുള്ള പരിഹാരവുമായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ ചില ആൾക്കാരുടെ മാനസികമായ പ്രയാസങ്ങൾക്ക് പരിഹാരം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ചിലപ്പോൾ അത് മറ്റു പലർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊരു സംശയം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഒരു വിഭാഗം ആൾക്കാർക്ക് സംശയങ്ങൾക്ക് ഗുണം ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നും കൂടി പറയാം. ഏതായാലും ഈ ഒരു വിഷയം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആൾക്കാർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയവുമായിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ ചോദിക്കുക, എന്താണ് വിഷയം എന്നുള്ളത്? വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എല്ലാവരും ഒരു വീട് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ വീട് ഉണ്ടാക്കുന്നു. എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും വിൽപ്പനയ്ക്ക് വെച്ച വീടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി നോക്കും. അതല്ല എങ്കിൽ നമ്മളെന്ത് ചെയ്യും? എവിടെയെങ്കിലും നല്ല ഭൂമി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവിടെ നമ്മുടെ ആശയത്തിനനുസരിച്ചുള്ളൊരു വീട് നിർമ്മാണം നടത്തുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഇനി ആദ്യം പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ഭൂമി അല്ലെങ്കിൽ വീട് വില കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് അവിടെ താമസിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ വിഷമതകളോ ഉണ്ട് എന്നിരിക്കട്ടെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് തന്നെ പരിഹാരം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഈ വീഡിയോ. ഞാനൊരു വീട് വാങ്ങിച്ചു. ആ വീട് വാങ്ങിച്ചപ്പോൾ അതിൽ ഇപ്പോൾ അവിടെ താമസിക്കാൻ തുടങ്ങിയ ശേഷം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന് നമ്മളെന്ത് ചെയ്യുന്നവരോ ഉടൻ തന്നെ ഒരു ജ്യോത്സ്യരടുത്ത് പോകും. അവർ രാശി വെച്ച് നമ്മളെ അടുത്ത് ഒരുപാട് പൈസയും വാങ്ങിച്ച് അവിടെ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയും. എല്ലാ ജ്യോത്സ്യരുടെ കാര്യമല്ല അവിടുന്ന്, എന്നാലും ചില ജ്യോത്സ്യന്മാർ അങ്ങനെയാണ് പറയുക, എന്തെങ്കിലും തരത്തിൽ നമ്മളെ കൊണ്ട് സാമ്പത്തികമായിട്ട് ഇതാക്കും. പക്ഷെ ചില ജ്യോത്സ്യന്മാർ അങ്ങനെ ആയിരിക്കില്ല. അവർ അതിനുള്ള വിധികൾ, നിങ്ങൾ നല്ലൊരു വാസ്തുവിൻ്റെ ആൾക്കാരെ കാണുക, അവരതിന് പരിഹാരം ചെയ്തു തരും എന്നൊക്കെ പറയും. എന്തായാലും ഈ രണ്ട് വിഭാഗക്കാരും വളരെയേറെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. ഇത് ആദ്യം മുതൽ അവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാവർക്കും പെട്ടെന്നൊന്നും തലയിലേക്ക് കയറില്ല ഈ ഒരു വിഷയം. അതുകൊണ്ട് ശ്രദ്ധാപൂർവം നിങ്ങളത് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സമയമുള്ള സമയത്ത് മാത്രം ഇത് കേൾക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ 2, 3, 4 വീഡിയോ ആക്കി ചെയ്യേണ്ട കാര്യമാണിത്. പക്ഷേ ഇതിൻ്റെ തുടർച്ചയായിട്ട് ചില ആൾക്കാർക്ക് അത് ഈ യൂട്യൂബിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് പരമാവധി ഒരു വീഡിയോയിൽ തന്നെ ഒതുക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയം നിങ്ങൾ അറിഞ്ഞു, നിങ്ങളെപ്പോലുള്ള നിരവധി ആൾക്കാർക്കിത് അറിയാൻ താല്പര്യമുണ്ടാകും. ഈ ഒരു വിഷയം പോലെ തന്നെ മറ്റ് നിരവധി ഇതേപോലെയുള്ള നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുമായിട്ടാണ് ഞാൻ സ്വതവേ പ്രഭാഷണം. ഹിന്ദു സനാതന ധർമ്മ വിശ്വാസികൾക്ക് ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് ഒതുങ്ങുന്ന ചില വിഷയങ്ങളാണ് ഞാൻ പ്രഭാഷണമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഈ വീഡിയോ നമ്മൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും ഇനിയുള്ള വീഡിയോ നമുക്ക് കിട്ടാനും നമ്മൾ നിർബന്ധമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ താഴെ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഈ സ്ക്രീനിൻ്റെ തൊട്ട് താഴെയാണ് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ. അവിടെ തൊട്ട് കൊടുക്കുക. അപ്പോഴവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ യൂട്യൂബിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അവിടെ ജോയിൻ എന്നൊക്കെ കാണാറുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1-2 ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് സബ്സ്ക്രൈബ് അല്ല, ഇവിടെ ജോയിൻ എന്നാ കാണുമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയില്ല, അതെന്തോ അവിടെ നിൽക്കട്ടെ. ഏതായാലും നമ്മൾ ഒരു സ്ഥലം വാങ്ങിക്കുന്നു, വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾക്ക് ആ ഭൂമി
നോക്കിയിട്ട് അത് ഈ വാസയോഗ്യമായ അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പറ്റിയതാണോ എന്ന് അറിയണ്ടേ? ഏതെങ്കിലും ഒരു ഭൂമിയിൽ നമുക്ക് വീട് വെക്കാൻ പറ്റുമോ? എല്ലാ ഭൂമിയിലും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇപ്പം ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 4-5 സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരു വാസ്തു അറിയുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് ഭൂമി കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും, ഈ ഇവിടെ എനിക്ക് വീട് വെക്കണം എന്നിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരാൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ എനിക്ക് വീട് വെച്ചാൽ എനിക്ക് നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ ഒരു സംശയം ചോദിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഘട്ടം വരുന്നു. നമ്മൾ ആരും കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് നമ്മൾക്ക് സ്വയം തന്നെ ആ ഭൂമിയെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവണം. ഇവിടെ എന്താണെന്ന് അറിയുമോ? ഈ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഭൂമിയാണോ നമ്മൾക്ക് വീട് വെക്കാൻ വേണ്ടി കാണാൻ വേണ്ടി പോകുന്നത്, ആ ഭൂമി ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഹൃദയം കവരുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭൂമിയിൽ വീട് വെക്കുന്നത് കൊണ്ട് ദോഷമില്ല. കാരണം മാനസികമായിട്ട് നിങ്ങൾക്കത് പറ്റി, മാനസികമായിട്ട് നിങ്ങൾക്കത് ചേരുമെന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ അവിടെ പറഞ്ഞു. അവിടെ പിന്നെ മറ്റു രാശിയുടെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വീട് വെക്കുന്നതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നും ഇല്ല. എന്നാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഭൂമി നോക്കുമ്പോൾ അവിടെ യാതൊരുവിധ ദോഷവുമില്ല, ഉത്തമ ഭൂമിയാണെന്ന് നമ്മൾക്ക് തന്നെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കണം. എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അതിലെ വെള്ളം കിഴക്ക് വടക്കേ കോണിലേക്ക് ഇങ്ങനെ ഒഴുകുന്ന തരത്തിലായിരിക്കണം. അവിടെ കെട്ടിക്കിടക്കുന്നത് ആവരുത്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ആവരുത്, തെക്കോട്ട് ഒഴുകുന്നത് ആവരുത്, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേക്ക് ഒഴുകുന്നത് തീരെയാകാൻ പാടില്ല. ഏറ്റവും ഉത്തമമായ ഭൂമിയാണെങ്കിൽ കിഴക്ക് വടക്ക് ഈശാന കോണിലേക്ക് ആ വെള്ളം ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പറമ്പിലുള്ള വെള്ളം ഒഴുകുന്നുണ്ടോ, ഭൂമി ഉത്തമമാണ് എന്നുള്ളതിന് ഒരു മാർക്ക് നമുക്കവിടെ ഇല്ല. നേരത്തെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമതൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ നാഗം ഉണ്ടാവുമല്ലോ സ്വതവേ. നമ്മൾ പാമ്പിനെയൊക്കെ അവിടെ കാണുന്നതൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പണ്ട് നാഗമാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, ഈ നാഗമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അവർ ആവാഹിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. വേണ്ട. കാവുകൾ ഉണ്ടായിട്ടുണ്ടാവാം, ഇന്ന് കാവൊന്നും ആയിരിക്കില്ല, അതും നമ്മൾ നോക്കണ്ട. അപ്പോൾ നാഗത്തിൻ്റെ സാന്നിധ്യമോ കാവിൻ്റെ സാന്നിധ്യമോ ഉള്ള സ്ഥലം നമ്മൾ ഒരിക്കലും ഗൃഹവാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൃഹം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അത് ഉത്തമമല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. എന്നാൽ ശ്മശാന ഭൂമിയാണെന്നിരിക്കട്ടെ, ശവങ്ങളൊക്കെ മറവ് ചെയ്തിട്ടുള്ളതോ ദഹിപ്പിച്ചിട്ടുള്ളതോ ആയ ഭൂമിയാണെങ്കിൽ വീട് വെക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷവുമില്ല. നമ്മളത് യുക്തിപൂർവ്വം ചിന്തിച്ചാൽ മതിയാകും. കാരണം ഏതെങ്കിലും തരത്തിൽ ജീവജാലങ്ങൾ ചത്തു വീഴാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒരു സ്ഥലവും ഇല്ല എന്ന് മനസ്സിലാക്കുക. അവിടെ കുറച്ച് മനുഷ്യന്മാരെ വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വെച്ചിട്ടുണ്ടാവാം. ഇതേ ഭൂമിയിൽ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു പ്രാണി പോലും ചത്തു വീഴാത്ത സ്ഥലം ഉണ്ടാവില്ല. ഈ ഭൂമി ഉണ്ടായിട്ട് എത്രയോ വർഷമായി, അതിനിടയിൽ എത്രയോ ജീവജാലങ്ങൾ അവിടെ ചത്തു വീണിട്ടുണ്ടാവും. അപ്പം ശ്മശാന ഭൂമിയിൽ വെക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. ആ ശ്മശാന ഭൂമിയിൽ, കാരണം ശ്മശാന വാസനാണ് സാക്ഷാൽ പരമശിവൻ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ വേവലാതിയും വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കാം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഭൂമി വളരെയേറെ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഭാഗം ചെരിഞ്ഞു കിടക്കുന്ന ഭൂമി, ഏത് ഈശാന കോണിൽ ചെരിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് വളരെ ഉത്തമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ ഈ ഒരു 3 അടി വീതിയിലും 3 അടി നീളത്തിൽ ഒരു കുഴിയെടുക്കുക. അപ്പോൾ 3 അടി വീതി, 3 അടി ആഴത്തിൽ, 3 അടി നീളത്തിലായിട്ടൊരു കുഴിയെടുത്തിട്ട് ആ കുഴിയിലുള്ള മണ്ണ് മുഴുവൻ വെളിയിലേക്ക് ഇട്ടല്ലോ. വീണ്ടും ആ മണ്ണ് ഈ കുഴിയിലേക്ക് തന്നെ നമ്മൾ ഇട്ടിരിക്കട്ടെ. അപ്പോൾ മണ്ണ് അവിടെ മിച്ചം വരികയാണെങ്കിൽ ആ ഭൂമി വളരെ ഉത്തമമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കാം. അപ്പോൾ ഭൂമി നമുക്ക് ഏതായാലും മനസ്സിലായി. പിന്നെ പ്രധാനമായിട്ട് വാസ്തുവിൻ്റെ ഇതിൽ വരികയാണെന്നിരിക്കട്ടെ, ചില ആൾക്കാർ 1 ഏക്കർ ഭൂമി ആയിരിക്കും എടുക്കുക, ചില ആൾക്കാർ 1/2 ഏക്കർ എടുക്കും, 10 സെൻറ്റ് എടുക്കും, 5 സെൻറ്റ് എടുക്കും. അങ്ങനെയൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ 2-3 സെൻറ്റ് മാത്രം എടുത്തിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിലാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്. മറ്റു കാര്യങ്ങളൊന്നല്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു ഭൂമി നോക്കുമ്പോൾ പരമാവധി അത് സമചതുരത്തിലുള്ളതാണെങ്കിൽ ഉത്തമം.
ഏത് 5 സെൻറ്റോ 10 സെൻറ്റോ ആണെങ്കിൽ സമചതുരത്തിൽ ആണെങ്കിൽ അത് നമുക്ക് എടുക്കാം. സമചതുരം അല്ലെങ്കിൽ കുറച്ച് ചതുരാകൃതിയിൽ വരുന്നതാണെങ്കിൽ, സമചതുരം അല്ലെങ്കിലും ചതുരാകൃതിയിൽ വരുന്നതാണെങ്കിൽ നമുക്ക് എടുക്കാം. അതല്ലാന്നിരിക്കട്ടെ, നമുക്കറിയാലോ നമുക്കുള്ളത് 8 ദിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അഷ്ടദിക്കാണ്. ഇതിൽ നമുക്കറിയാം 4 മഹാദിക്കുകളാണുള്ളത്. ഈ 4 മഹാദിക്കിൽ ഒന്ന് കിഴക്ക്, ഒന്ന് വടക്ക്, ഒന്ന് പടിഞ്ഞാറ്, ഒന്ന് തെക്ക്. ഈ 4 ദിക്കുകളാണ്. ഈ 4 ദിക്കിൻ്റെയും ഇടയിലായിട്ടാണ് ദിക്കുകൾ വരുന്നത്. എന്ന് വെച്ചാൽ കിഴക്കിൻ്റെയും വടക്കിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട്. രണ്ടിൻ്റെ കൃത്യ മധ്യഭാഗം, കിഴക്കിൻ്റെയും വടക്കിൻ്റെയും മധ്യഭാഗത്തായിട്ട് വരുന്ന ആ ദിക്കിനെയാണ് ഈശാനുകോണെന്ന് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ 5ാമത്തെ ദിക്ക്. വടക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇടയിൽ വരുന്ന ദിക്കിനെ വായുകോണെന്ന് പറയുന്നു. പടിഞ്ഞാറിൻ്റെയും തെക്കിൻ്റെയും ഇടയിൽ വരുന്ന ദിക്കിനെ കന്നിമൂല എന്ന് പറയും. അതല്ലെങ്കിൽ നിരർതി കോണെന്ന് പറയും. ഇനിയോ തെക്കിൻ്റെയും കിഴക്കിൻ്റെയും ഇടയിലുള്ള ദിക്കിനെയാണ് അഗ്നിമൂല എന്ന് പറയുക. അപ്പോൾ അത്രേ 8 ദിക്കുകളായി. അപ്പോൾ ഈ 8 ദിക്കിലേക്ക് ഇതിൽ നമ്മളെ ഭൂമി വീട് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ മുഖം ഈ ആദ്യം പറഞ്ഞ 4 മഹാദിക്കിലേക്ക് കൃത്യമായിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ മാത്രമേ 4 സെൻറ്റോ 3 സെൻറ്റോ 5 സെൻറ്റോ 10 സെൻറ്റിന് താഴെയുള്ള വീടുകളുടെ സ്ഥലം നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ. അതല്ല, ഇപ്പോൾ ഇവിടുന്ന് ഈ പറഞ്ഞ ഏതെങ്കിലും കോണിലേക്ക് ദിക്ക് ശരിയാവാതെ ചിലപ്പോൾ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റോഡ് വരുന്നത് എങ്ങോട്ടാണ്? ഈ പറയുന്ന ഈശാന കോണിലേക്കാവാം, അല്ലെങ്കിൽ കന്നിമൂലേക്കാവാം, അല്ലെങ്കിൽ അഗ്നിമൂലേക്കാവാം, അല്ലെങ്കിൽ വായുകോണിലേക്കാവാം. ഇങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ ആ ഭൂമി ഉത്തമമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീട് നാളെ ഈ ഭൂമിയിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിഴക്കേക്കോ വടക്കേക്കോ പടിഞ്ഞാറോട്ടോ അതല്ലെങ്കിൽ തെക്കോട്ടൊക്കെ കൃത്യമായിട്ട് വരുന്ന വിധത്തിലാണെങ്കിൽ നമുക്കത് തിരഞ്ഞെടുക്കാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ 4 ദിക്കുകളെയും നമ്മൾ, അല്ലെങ്കിൽ 8 ദിക്കുകളെ നമ്മൾ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ 8 ദിക്കിലേക്ക് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുക. നമ്മൾ പല ആൾക്കാർ ചെയ്യുന്നവർ ആദ്യം തന്നെ വീടിൻ്റെ പ്ലാൻ അങ്ങോട്ട് തയ്യാറാക്കും. വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ 10 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. മനസ്സിൽ ഇങ്ങനൊരു പ്ലാൻ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഭൂമി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്ലാനിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഭൂമി ഉപയോഗിക്കുക. പ്ലാനിനനുസരിച്ച് ഭൂമി ഉപയോഗിക്കുമ്പോൾ എന്താവും? ഈ പറയുന്ന 4 ദിക്കിലേക്ക് കണക്കാക്കിയിട്ട് വരാൻ പറ്റില്ല. 4 ദിക്കിന് കണക്കാക്കിയിട്ട് വരണ്ടേ? അത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത്? ഈ ആദ്യം വേണ്ടത് നമ്മൾ ഭൂമി നമ്മൾ വാങ്ങിച്ച് അത് നമ്മുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ ആ ഭൂമി ഏതെങ്കിലും ഇപ്പം നമ്മൾ കുറ്റിയിടാനും ഈ വീടിൻ്റെ കണക്ക് ഒക്കെ വരക്കുന്ന ഒരാളുണ്ടാവല്ലോ, അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ആദ്യം ഈ സ്ഥലം കാണിക്കണം. ഈ സ്ഥലം കാണിച്ചിട്ട് ഈ സ്ഥലത്തിന് അനുയോജ്യമായിട്ട് എൻ്റെ മനസ്സിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് ഒരു വീട് എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ, കാരണം ചിലപ്പോൾ നീളത്തിലുള്ള സ്ഥലമാണെന്നിരിക്കട്ടെ, നമുക്ക് സമചതുരത്തിലുള്ള വീടായിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ സമചതുരത്തിലെ വീട് വേണമെന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും അവസ്ഥ? അത് ദുരിതമുണ്ടാകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വളരെ വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ ഇത്തരത്തിൽ 4 ദിക്കുകൾ കറക്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ 4 ദിക്കിൽ എവിടെ നമുക്ക് ആ പ്രധാന വീതിക്ക് അഭിമുഖമായിട്ട് വരുമ്പോൾ ആ വീട് ഈ 4 ദിക്കിന് ഏതെങ്കിലും ഒരു ദിക്കിന് അഭിമുഖമായിട്ട് വരുന്ന വിധത്തിൽ വേണം ഈ വീട് നമ്മൾ, അല്ലെങ്കിൽ ഈ ഭൂമി നമ്മൾ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വീടിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ ഈ 8 ദിക്കുകളും നമ്മൾ മനസ്സിലാക്കി. ഇനിയോ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഭൂമിയിലെല്ലാം തന്നെ ഒരു ഊർജ പ്രവാഹം കടന്നു പോകുന്നുണ്ട്. ഈ ഭൂമിയിലൂടെ എപ്പോഴും ഒരു ഊർജ പ്രവാഹം കടന്നു പോകുന്നത് അതെന്താണ് എന്നാണ് ചിന്തിക്കുന്നത്. ഒരു പെൻസിൽ എടുത്തിട്ട് നമ്മളൊന്ന് ഇങ്ങനെ പിടിക്കുക മുന്നിലേക്ക്, നമ്മുടെ ഈ ബ്രൂം മധ്യമുണ്ടല്ല അവിടത്തേക്ക് നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് നോക്കണം. പെൻസിലിൻ്റെ മുനയിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ആ പെൻസിലിൻ്റെ മുനയിലേക്ക് നമ്മൾ ഒരു നിമിഷം നോക്കി നിന്നോട്ടെ, എത്ര സമയം നമുക്ക് നിൽക്കാൻ പറ്റും? ഒരു പെൻസിലാവട്ടെ പേനയാവട്ടെ എന്തൊക്കെ ഒരു മുനയുള്ള ഒരു സാധനം എടുത്ത് നമ്മുടെ നെറ്റിയുടെ ഈ 2 പുരുകക്കൊടിയിൽ അടുത്ത് നേർക്കായിട്ട് ഇങ്ങനെ ചൂണ്ടിപ്പിടിക്കുന്നത് നമ്മൾ അതിലേക്ക് നോക്കുന്നു. ഒരുവിധം ആൾക്കാർക്കൊന്നും അതിലേക്ക് നിശ്ചിത സമയത്തിനപ്പുറം നോക്കാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ തലവേദന എടുക്കും, തലചുറ്റലായിട്ട് ആകെ മാനസികമായിട്ട് പ്രയാസം വരും. അതെന്താണെന്നറിയോ? ഈ ഒരു ഊർജ്ജപ്രവാഹം ഈ പെൻസിൽ പിടിക്കുമ്പോൾ പോലും ആ പെൻസിലിൽ നിന്നൊരു ഊർജ്ജപ്രവാഹം നമ്മളെ ഏതൊരു വസ്തുവിൽ നിന്നും അത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നു.
അത് നമ്മുടെ പ്രധാനമായിട്ടും ഊർജ്ജപ്രവാഹം നടക്കുന്നത് നമ്മുടെ ഒരു നാഡി കടന്നു പോകുന്ന സുഷ്മാ നാഡി കടന്നു പോകുന്ന ഈ ശരിക്കും നമ്മുടെ നേർപകുതി ഭാഗം വരുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഈ ഭ്രൂമധ്യം. അവിടെ പിടിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും നമ്മൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കുട്ടികളോടും ഈ പെൺകുട്ടികളോട് പ്രത്യേകിച്ച് അവിടെ നിന്ന് സ്റ്റിക്കർ പൊട്ട് തൊടാൻ പാടില്ല പറയും. കാരണം അതിന് വളരെയേറെ തടസ്സമുണ്ടാക്കുന്ന കാര്യമാണിത്. അപ്പോൾ അതിലൊരു ഊർജ്ജപ്രവാഹം നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നതിൽ പ്രധാനമായിട്ട് ഈ ഭ്രൂമധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യരുത് അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഊർജ്ജപ്രവാഹം പോലെ തന്നെ ഈ ഭൂമിയിലൂടെയും ഊർജ്ജപ്രവാഹങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഊർജ്ജപ്രവാഹം എല്ലാ ഇതിലുണ്ട്. ഇന്നിപ്പോൾ നമ്മളൊരു ഭൂമി വാങ്ങിച്ചു. ആ ഭൂമിയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റ് ആവാം, 5 സെൻറ്റ് ആവാം. അപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് വീട് എടുക്കാൻ അനുയോജ്യമായ സ്ഥലത്തിനെ നമ്മൾ തരംതിരിച്ചെടുക്കണം. 10 സെൻറ്റ് നിരത്തേക്ക് നമ്മൾ വീടെടുക്കരുത്. കാരണം ഈ ഭൂമിയെ നമ്മൾ 64 ഭാഗമാക്കും. നമ്മളതല്ല, ആചാര്യന്മാർ വാസ്തുവിൻ്റെ അറിയുന്ന ആൾക്കാർ ചെയ്യുന്നതാണ്. 64 ഭാഗങ്ങളാക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ചിത്രം കാണിച്ചു തരാം. അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കാണുന്നുണ്ടല്ലോ, എന്നെ കണ്ടില്ല സാരല്ല. ഈ ചിത്രം കണ്ടല്ലോ, ഇതുപോലെ 4 ഭാഗമുള്ളതാണ് ഇവിടെ ചിത്രം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഇപ്പുറം കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ചിത്രം. ഈ ചിത്രത്തിൽ ഇവിടെ ഞാനിങ്ങനെ ആദ്യം ഫ്ലോട്ട് വരച്ചു. അതിന് താഴെ നമ്മൾ കുത്തനെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. 9 വരകളാണ് അതിൽ കാണുക. എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഈ 9 വരകൾ പോലെ തന്നെ അത് മുകളിൽ നിന്ന് താഴേക്ക് വന്നു എന്ന് വെച്ചാൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് ഉള്ളതാണ് ആ പ്രവാഹം എന്ന് മനസ്സിലാക്കുക. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഒന്നും കൂടി വരക്കാൻ പോവുകയാണ്. നോക്കൂ, ഇപ്പോൾ ഈ ചിത്രം നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഇതേ കളത്തിനെ ഞാൻ ഇങ്ങനെ 9 ഭാഗമായിട്ട് ഇങ്ങനെയും 9 ഭാഗമായിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്കും വര വരച്ചു. അപ്പോഴെന്തായി? ഇതിപ്പോൾ 81 കളങ്ങളായി തീർന്നു ഇല്ലേ? അപ്പോൾ ഈ കളങ്ങൾ ഈ 9 ഭാഗമാക്കുന്നത് വെച്ചാൽ ഇങ്ങോട്ടേക്കും താഴോട്ടേക്കും മുകളിലോട്ടേക്കും ഒരു ഊർജ്ജപ്രവാഹം ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു ഊർജ്ജപ്രവാഹം ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കടന്നു പോകുന്നതാണ് മധ്യമസൂത്രം എന്ന് പറയുന്ന ഊർജം. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കാണിച്ചു തരാം. എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇതിൽ നിന്നും ഇപ്പം ഈ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കും അതുപോലെ തന്നെ തെക്ക് നിന്നും വടക്കേട്ടുമാണ് ഈ പറയുന്ന ഊർജപ്രവാഹം കടന്നു പോകുന്നത്. അപ്പോൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് പോകുന്നു, അതുപോലെ തന്നെ തെക്ക് നിന്നും വടക്കോട്ടേക്കും പോകുന്നുണ്ട്. അതാണ് ഞാൻ നീളത്തിൽ പുറത്തേക്ക് തള്ളി വരച്ചിരിക്കുന്നത്. ഈ സൂത്രത്തിനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള സൂത്രം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോകുന്ന ഈ മധ്യമ സൂത്രത്തിനെയാണ് എന്ന് നമ്മൾ ഓർക്കുക. ഈ സൂത്രം നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. കാരണം ഇത് നമ്മൾ വീട് വെക്കുന്ന ഏതൊരാളും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ വരച്ച് കാണിക്കുന്നത്. നാളെ നമുക്കൊരു ദുഃഖം ഉണ്ടാവരുത്. നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ഇനി വീട് പണിയെടുക്കുന്ന ആൾക്കാർക്ക് അബദ്ധം പറ്റിയാലും നമുക്ക് അബദ്ധം പറ്റാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ തന്നെ മറ്റൊരു സൂത്രം കൂടി ഉണ്ട്. അതും നമ്മൾ പ്രധാനമായി കാണേണ്ടതാണ്. ഞാനൊന്നുകൂടി ചിത്രം കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു ചിത്രം വരച്ചില്ലേ. ഇത് നമ്മൾ ഒരു ഫ്ലോട്ടാണേ. ഇതിൽ ഞാൻ പറഞ്ഞു വടക്ക് കിഴക്ക് മൂല, അതാണ് ഈശാനുകോണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ മൂല, അതാണ് നിരർതി കോണ് അല്ലെങ്കിൽ കന്നിമൂല എന്ന് പറയുന്നത്. ഈ നിരർതി എന്ന് പറഞ്ഞാൽ ഈ രക്ഷസിൻ്റെ കേന്ദ്രമാണ്, രക്ഷസിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അവിടെയാണ് ഗണപതി എന്ന് പറയുന്ന ദേവതയുടെ സ്ഥാനവും ഈ നിരർതി കോണില എന്ന് വെച്ചാൽ കന്നിമൂലക്കാണ് ഗണപതിയുടെ സ്ഥാനം. അപ്പോൾ നമുക്കറിയാം ശിവക്ഷേത്രത്തിൽ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കന്നിമൂല ഗണപതി ഭഗവാനെ എന്നൊക്കെ പറയുന്നില്ലേ. എന്ന് വെച്ചാൽ ഏതൊരു സ്ഥലത്തിൻ്റെയും കന്നിമൂല എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറേ മൂലക്ക് ഗണപതിക്ക് സ്ഥാനമുണ്ട്. ഏറ്റവും ശുദ്ധിയായി കിടക്കേണ്ടുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഗണപതിയുടെ ആ ഒരു സ്ഥാനമുള്ളെന്നൊരു സങ്കല്പവും നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ അത് നോക്കൂ,
ഇത്തരത്തിലാണ് ആ ഒരു ഇത് കിടക്കുന്നത്. ഈ പറയുന്ന ഈ മൂലക്ക് നിന്നും ഈ മൂലക്കേക്ക് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇതിൽ വാസ്തു പുരുഷൻ എന്ന് പറയുന്ന ഒരു രാക്ഷസുണ്ട്. ഈ വാസ്തു പുരുഷൻ്റെ കിടപ്പ് എവിടെയാണെന്നറിയോ? അതാണ് നമ്മൾ അത് ഈ പറഞ്ഞിരിക്കുന്ന ഈ വര വരച്ചിട്ടില്ല, ഈ വര വരച്ചതുപോലെയാണ് വാസ്തു പുരുഷൻ കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം, വടക്ക് കിഴക്കേ ഭാഗത്ത് ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്, അവിടെയാണ് ഈ വാസ്തു പുരുഷൻ്റെ തല വരുന്ന ഭാഗമാണ് ഇത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറേ ഭാഗമായിട്ടുള്ള ഇവിടെയാണ് കാൽ ഭാഗം വരും. ഈ രാക്ഷസിൻ്റെ കാലിൻ്റെ ഭാഗം വരുന്നത് ഇവിടെയാണ്. വാസ്തു പുരുഷൻ്റെ കാലിൻ്റെ ഭാഗം വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ കാലിൻ്റെ ഭാഗത്താണ് ആരുള്ളത്? ഗണപതി ഭഗവാനും ഉള്ളത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതാണ് കന്നിമൂലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം. അപ്പോൾ ഈ കന്നിമൂലക്കാണ് നമ്മൾ ഈ കുറ്റിയിടൽ ചടങ്ങ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഗണപതിയുടെ സ്ഥാനത്താണ് ചെയ്യേണ്ടത്. ഗണപതിക്ക് പ്രീതിപ്പെടുത്തിയിട്ട് ചെയ്യണം എന്നെല്ലാം പറയുന്നില്ലേ? അപ്പോൾ ആ ഗണപതിക്ക് അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മുഹൂർത്തക്കല്ല് വെക്കേണ്ടത് അവിടുന്നാണ് നമ്മൾ ജോലി തുടങ്ങേണ്ടത്. അവിടുന്ന് കിഴക്കോട്ടേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ കുറ്റിയിടൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ രണ്ടാമത്തെ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇങ്ങനെ കുറേ കളങ്ങൾ വരച്ചല്ലോ. ഇതിലൂടെ എല്ലാം ഒരു ഊർജ്ജ പ്രവാഹങ്ങൾ കടന്നു പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഊർജ്ജ പ്രവാഹം കടന്നു പോകുന്നതിൻ്റെ മധ്യമ സൂത്രം ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞു. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കുള്ള മധ്യമ സൂത്രം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്തും ഒരു നിർമ്മാണവും പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മൾ ഒരു മനുഷ്യനല്ലേ, മനുഷ്യനെ ഇതിലല്ലേ വരക്കാം. സമചതുരത്തിൽ മനുഷ്യൻ്റെ ഇത് വരക്കാൻ കഴിയില്ല. അപ്പോൾ കളത്തിലാക്കിയിട്ട് വരച്ചു നിന്നിരിക്കട്ടെ. എന്നിട്ട് അതിനെ ഇങ്ങനെ കുറേ കളങ്ങളാക്കി തിരിച്ചു നിന്നിരിക്കട്ടെ. ഈ കളങ്ങളായി തിരിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഒരു ഇങ്ങനെയൊക്കെ വരകളൊക്കെ വന്നു നിന്നിരിക്കട്ടെ. അപ്പോൾ ഈ കണ്ണ് വരേണ്ടത് ഇവിടെ തന്നെയാണ്. ഇവിടെ വരേണ്ട കണ്ണ് നമുക്ക് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ വരേണ്ട മൂക്ക് ഈ നെഞ്ചിൻ്റെ അടുത്ത് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇതുപോലെയാണ് വീട് വെക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന വാസ്തുവിൽ ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ വരണമെന്ന് നിർബന്ധം പറയുന്നുണ്ട്. ഈ പറയുന്ന ഭൂമി ഇത് നമ്മൾ വീടെടുക്കാൻ വേണ്ടി 5 സെൻറ്റ് ആവാം, 10 സെൻറ്റ് ആവാം, 2 സെൻറ്റ് എത്ര ആവട്ടെ, അതിങ്ങനെ നമ്മൾ കളമാക്കി നമുക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ സ്ഥലത്തും ഓരോന്ന് വരണമെന്നുണ്ട്. ബാത്റൂം ഇന്ന സ്ഥലത്ത് വരണം, പൂജാമുറി ഇന്ന സ്ഥലത്ത് വരണം, ബെഡ്റൂം ഇന്ന സ്ഥലത്ത് വരണം, അടുക്കള ഇന്ന സ്ഥലത്ത് വരണം എന്നൊക്കെയുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു കളത്തിൽ ഇതേപോലെ ഈ കളത്തിൽ നമ്മുടെ ശരീരമാണ് വരക്കുന്നിരിക്കട്ടെ, ഒരാളുടെ രൂപം വരക്കുന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ വരേണ്ട കണ്ണ് ഇവിടെ വരക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതെന്തായി? അഭംഗിയായി അതൊരാളല്ലാതെയായി തീരും. അപ്പോൾ ഒരു വീടാകണമെന്നുണ്ടെങ്കിൽ, ഒരു ഭവനമാകണമെന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രം പ്രകാരം ഇന്ന സ്ഥാനത്ത് ഇന്നത് വരണം എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് തെറ്റിക്കാൻ പാടില്ല. അതൊന്ന്. രണ്ടാമതൊരു കാര്യം, ഈ പറയുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ ഈ പറഞ്ഞ ഞാനിവിടെ കളം വരച്ചു. ഈ നിരവധി കളം വരച്ചില്ല, 9 കളങ്ങൾ താഴ്ത്തും. ഈ 9 വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതിന് ഏറ്റവും അവസാനത്തെ ആ ഒരു കളം ഉണ്ടല്ലോ നീളത്തിൽ, ഇതിപ്പം ഇവിടുന്ന് ഇങ്ങോട്ടോളം ഒരു കളം കാണുന്നു, ഇങ്ങോട്ടും കാണാം, ഇങ്ങോട്ട് ഈ 4 ഭാഗത്തുള്ള ആ കളങ്ങളുണ്ടല്ലോ, അവിടെ ഒരു തരത്തിലുള്ള നിർമ്മാണവും പാടില്ല. ഏറ്റവും അവസാനമുള്ള ആ കളം ഞാൻ ഒന്നും കൂടി അടയാളപ്പെടുത്തി പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു സംശയം വരും എന്താണെന്നുള്ളത്. അപ്പം ഞാൻ അവിടെയൊക്കെ തന്നെ ഇല്ലേ, ഞാനിപ്പം ഒരു മാർക്ക് ഇട്ടിട്ട് ഒരു വരയിടുന്നുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അവിടെ ഒരു കാരണവശാലും നിർമ്മാണം വരാൻ പാടില്ല. അതിന് പിശാച വീതി എന്നാണ് പറയുക അതിന്. കാരണം അവിടെ ഒരു കാരണവശാലും വരാൻ പാടില്ല. അത് പിശാച വീതി എന്നാണ് പറയുക. അതുകൂടിയാണ് എല്ലാ ഇതും നമുക്ക് ദോഷകരമായിട്ട് എല്ലാ സാധനങ്ങളും പോകേണ്ടതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാരണത്തിനും ഒരു നിർമ്മാണവും ഒരു പ്രവർത്തനവും അവിടെ ചെയ്യാൻ പാടില്ല. വീടിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇതാ നോക്കൂ, ഞാൻ അടയാളപ്പെടുത്തിയത് കണ്ടല്ലോ. ഈ ഒരു വീതിക്ക് പിശാച വീതി എന്നാണ് പറയുക. അതെല്ലാവരും ശ്രദ്ധിക്കുക. അവിടെ ഒരു കാരണവശാലും ഒരു നിർമ്മാണവും വരാൻ പാടില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നടുക്ക് കൃത്യം സെൻറ്ററിലൂടെ ഒരു വര വരച്ചിട്ടുണ്ട്. ഈ സെൻറ്ററിലുള്ള ഈ വര പോലെ തന്നെ ഞാനിപ്പം ഈ നമ്മുടെ ആ ഒരു ഭൂമി 10 സെൻറ്റ് ഭൂമിയാണെന്ന് ഇരിക്കട്ടെ, ഈ 10 സെൻറ്റ് ഭൂമിക്ക് നടുക്കേ കൂടി നമ്മൾ നേർ പകുതിയാക്കി എടുത്തു.
അപ്പോൾ നേർപകുതിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേർപകുതിയാക്കിയിട്ട് ഇവിടെ എടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നേർപകുതിയാക്കി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ചെറിയൊരു കുത്തിട്ട് കണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും സെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ ഈ സെൻറ്ററിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കൂ, ഇവിടെ ഈ സെൻറ്ററിൽ ഒരു വര കണ്ടില്ലേ, ഇതിൻ്റെ 4 ഭാഗമുള്ള ഈ സ്ഥലത്തിന് ബ്രഹ്മപദം എന്നാണ് പറയുക, സെൻറ്റർ. ഈ ബ്രഹ്മപദമായിട്ടുള്ള ഇതിൻ്റെ ഇവിടെ ഒരു കാരണവശാലും ഒരു നിർമ്മാണവും വരാൻ പാടില്ല. ഇനി നമ്മൾ വീടെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ തൂണ് വരാൻ പാടില്ല, ഇവിടെ ചുമര് വരാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഒന്നും വരാൻ പാടില്ല എന്നുള്ളത്. ഈ ബ്രഹ്മപദം നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ വലിയൊരു 10 സെൻറ്റോ 20 സെൻറ്റോ ഒക്കെ സ്ഥലമാണെങ്കിൽ, അതിൻ്റെ വലിയ മുറ്റില്ല ആണെങ്കിൽ, ഇവന് എന്ന് വേണ്ട 4 കെട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 4 കെട്ടിൻ്റെ തരത്തിലുണ്ട്, അത് മുറ്റമായിട്ടാണ് ആ ബ്രഹ്മപദം ഉപയോഗിക്കുക. ഈ സ്ഥലം മുറ്റമായിട്ട് ഇതാക്കും. ഇനി 5 സെൻറ്റൊക്കെ ഉള്ളതെങ്കിൽ ഇത് മുറ്റമാക്കാൻ പറ്റുമോ? നമുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ, ഈ പറയുന്ന ഈ ബ്രഹ്മപദം ഉണ്ടല്ലോ, ഈ പദത്തിൻ്റെ ഇപ്പുറത്ത് വേണം നമ്മൾ വീടെടുക്കാൻ. ഇനി വേണ്ട, ഇപ്പുറമാണ് റോഡ് എന്നിരിക്കട്ടെ, ഇപ്പുറമാണ് റോഡെങ്കിൽ ഇവിടെ നമ്മൾ വീടെടുത്തു. ഈ പറയുന്ന ഭാഗം ഉദാഹരണം പടിഞ്ഞാറ് ഭാഗമാണ് ഇത്. അപ്പോൾ പടിഞ്ഞാറ് നിന്നും നമ്മൾ കിഴക്കോട്ട് അഭിമുഖമായിട്ട് വീടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന വീടിൻ്റെ മധ്യഭാഗം വീടിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ, നടുഭാഗം ഈ വരയുടെ ഈ ഭാഗത്തേക്ക് വരണം, ഇപ്പുറത്തേക്ക് കടക്കരുത്. ഇതിൻ്റെ ഇപ്പുറത്ത് വരണം, വീടിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങൾ ഈ ഭാഗത്ത് വരണം. ഇവിടെ കുറച്ച് ഭാഗം വന്നു പോയാൽ സാരില്ല. എന്ന് വെച്ചാൽ ഇത് ബ്രഹ്മപദത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. അവിടെ ഒരിക്കലും ഈ വീടിൻ്റെ നടുഭാഗം ഇവിടത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അത് വേദദോഷത്തിലാണ് ഒന്ന് പെടുന്നത്. പ്രധാനമായിട്ട് ഒരുപാട് വേദദോഷമുണ്ട്. വേദദോഷം വന്നാൽ മരണം, രോഗം, ദുരിതങ്ങൾ, കലഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ നമ്മളൊരു വീട് വെക്കുമ്പോൾ ഈ പടിഞ്ഞാറ് ഖണ്ഡത്തിൽ വേണം വെക്കാൻ. എന്ന് വെച്ചാൽ ഇത് കിഴക്കോട്ടാണ് റോഡെങ്കിൽ ഈ പടിഞ്ഞാറിൻ്റെ ഈ ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വീട് വെക്കുന്ന അവസരത്തിൽ കിഴക്കോട്ട് മുഖമായി വീട് വെക്കുമ്പോൾ ഇതിന് പടിഞ്ഞാറ്റി എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഈ ഭൂമിയുടെ ഇവിടെ വരുന്ന വീട് ഈ പറയുന്നതിൻ്റെ മധ്യഭാഗത്ത്, ഈ വീടിൻ്റെ മധ്യഭാഗം വരാതെ സൂക്ഷിക്കണം. അതിൻ്റെ ഇപ്പോൾ സിറ്റ് ഔട്ടും കാര്യങ്ങളൊന്നും വന്നാലൊന്നും വിഷയം വരുന്നില്ല. എന്നാലും ബഹുഭൂരിപക്ഷം ഭാഗങ്ങൾ ഈ ഭാഗത്ത് വരുന്ന വിധത്തിൽ ചെയ്യണം എന്നർത്ഥം. ഇനി ഇത് നേരെ തിരിച്ച് ഇപ്പുറത്തേക്ക്, ഇവിടെ പടിഞ്ഞാറ് ഭാഗത്താണ് റോഡ് എന്നിരിക്കട്ടെ, അപ്പോൾ ഈ ഭാഗത്ത് റോഡ് വന്നു. ഈ ഭാഗത്ത് ആ റോഡ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീട് ഇവിടെയല്ലേ വെക്കുക, ഇവിടെ വെച്ചു. ഇവിടെ വെക്കുമ്പോൾ ഇത് കിഴക്കാണ്, ഇവിടെ മുഖം പടിഞ്ഞാറോട്ടാണെങ്കിൽ നമ്മൾ ഈ പടിഞ്ഞാറോട്ട് വെക്കുന്ന വീടിൻ്റെ ഭൂരിഭാഗവും ഈ കിഴക്ക് ഗണ്ണത്തിൽ വരണം. എന്നിട്ട് ഇതിൻ്റെ കാൽഭാഗം മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. ഇവിടെ വരെ വീട് വന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ്, ഇതിൻ്റെ ഭൂരിഭാഗം ഭാഗവും ഇങ്ങോട്ട് വരണം. നടുഭാഗം വരുന്നത് ഈ ഖണ്ഡത്തിലായിരിക്കണം. ഇനി ഇപ്പുറമാണ് നമ്മൾ എടുക്കുന്നിരിക്കട്ടെ, ഇവിടെ നമ്മളിപ്പം വടക്ക് ഭാഗമാണ് ഇതെന്നിരിക്കട്ടെ, ഈ വടക്ക് ഭാഗത്ത് ഉണ്ട് വീട്. അപ്പോൾ ഈ വടക്ക് ഭാഗത്തുള്ള ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ തെക്കോട്ടാണ് വീടിൻ്റെ റോഡ് വരുന്നതെന്നിരിക്കട്ടെ. തെക്കോട്ട് റോഡ് വരുമ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കടക്കാതെ നോക്കണം. അപ്പോൾ ഇതിന് നമ്മൾ പറയും തെക്കോട്ട് മുഖമായിട്ടുള്ള വീട്ടിനെ വടക്കിനി എന്നും വടക്കോട്ട് മുഖമായിട്ടുള്ളതിനെ തെക്കിനി എന്നും പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഭൂമി എടുത്തു കഴിഞ്ഞാൽ 5 സെൻറ്റ് ആവട്ടെ 10 സെൻറ്റ് ആവട്ടെ എത്രയായാലും പരമാവധി നമ്മൾക്ക് ശരിക്കും ഈ ബ്രഹ്മപദം ഒഴിവാക്കിയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഉത്തമം. ഇല്ല എങ്കിൽ ആ വീടിൻ്റെ 3/4 ഭാഗവും അല്ലെങ്കിൽ പകുതി ഭാഗം നേരെ എന്ത് വേണം, ബ്രഹ്മപദം ഒഴിവാക്കിയിട്ട് ആ റോഡിൻ്റെ അപ്പുറം വരുന്ന റോഡിൻ്റെ ഭാഗത്തേക്ക് മുറ്റം വരുന്ന വിധത്തിൽ ആ മുറ്റം ബ്രഹ്മപദത്തിൻ്റെ ഭാഗത്തേക്ക് വരണം എന്നർത്ഥം. ഞാൻ പറയുന്നത് മനസ്സിലായി കാണാം, അതുകൊണ്ട് ഞാൻ ചിത്രം വരച്ചിട്ടൊക്കെ കാണിക്കുന്നത്. ഇനി ഇതും കഴിഞ്ഞു. ഈ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഞാൻ ഫസ്റ്റത്തെ 1ാമത്തെ ചിത്രം വരച്ചിട്ടുണ്ടല്ലോ, ഇതിനെ നമ്മൾ വീണ്ടും 4 ഭാഗമാക്കി തിരിക്കണം. നമുക്കിപ്പോൾ 10 സെൻറ്റ് ആവാം, അല്ലെങ്കിൽ 15 ആവാം, 20 ആകാം, ഒക്കെ ഉണ്ടാവാം. ചിലർക്ക് 5 സെൻറ്റ് ആയിരിക്കാം. എന്നാലും അവിടെ എങ്ങനെയാണ് നമുക്ക് ഉത്തമമായി ഒരു ഭവനം നിർമ്മിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇനി പറയാൻ പോകുന്നത്. നോക്കൂ, ഈ ചിത്രം കണ്ടില്ലേ? ഇപ്പം ഞാനിങ്ങനെ നേർപകുതിയാക്കി മാറ്റി ഈ സ്ഥലത്തിന്, എന്ന് വെച്ചാൽ 4 ഖണ്ഡമാക്കി മാറ്റി. ഈ 4 ഖണ്ഡത്തിൽ ഓരോ ഖണ്ഡത്തിനെയും നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിത്രത്തിലൂടെയാണ്, നമ്മൾ ഒരു കടലാസിലാണ് ഇത് പ്ലാൻ വരക്കേണ്ടത്, അല്ലാണ്ട് ഭൂമിയിലല്ല. അപ്പോൾ ഭൂമിയുടെ വീതിയും നീളവും ഒക്കെ തന്നെ നമ്മൾ
ഒരു ചിത്രത്തിൽ വരച്ചെടുത്ത് ഒരു പേപ്പറിൽ വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഈശാനുകോണം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഈശാനുകോണം എന്ന് പറയുന്ന ഭാഗം ഏതാ? ഈശാനുകോണം എന്ന് പറയുന്നത്, ഈശാനുകോണം എന്ന് പറയുന്നത് ഇവിടെ വടക്ക് കിഴക്കേ മൂലയാണ് ഈശാനുകോണം എന്ന് പറയുന്നത്. അപ്പോൾ വടക്ക് കിഴക്കേ മൂലയായിട്ടുള്ള ആ ഈശാനുകോണിനെ മനുഷ്യഖണ്ഡം എന്നാണ് പറയുക. ഈ മനുഷ്യഖണ്ഡത്തിൽ വീട് വെക്കുന്നത് ഉത്തമമാണ്, നല്ല ഐശ്വര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഇപ്പം ഇതായിരിക്കാം നമുക്കിവിടെ പറയുന്ന സമയത്ത് ഈ ഒരു മൂലയായിരിക്കും എന്നിട്ട് ഇവിടെ ഇപ്പം കിഴക്ക് വടക്കേ മൂലയാണ് പറയുന്നത് ഈശാനുകോണ്. കാരണം ഇവിടെ ഞാൻ ഇതിൽ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഈശാനുകോൺ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവാത്ത എന്താ വെച്ചാൽ ഇതിൽ നേരെ ഓപ്പോസിറ്റ്, ഇത് ഓപ്പോസിറ്റ് ഭാഗമല്ലേ കാണുന്നത്, കണ്ണാടിയിൽ കാണിക്കുമ്പോഴല്ല, അതുകൊണ്ട് തിരിഞ്ഞ് കാണുന്നത്. ഇപ്പോൾ ഞാനിത് എഴുതിയത് ഇപ്പുറത്തെ ഭാഗത്താണ്, ഇപ്പോൾ കാണിക്കുമ്പോൾ ഇപ്പുറം വരുന്നത്. ഏതായാലും വടക്ക് കിഴക്കേ മൂലക്കാണ് എന്ത് വരുന്നത്, മനുഷ്യഖണ്ഡം വരുന്നത് എന്ന് നമ്മൾ ഉറപ്പിക്കണം. വടക്ക് കിഴക്കേ ഭാഗം, ആ മനുഷ്യഖണ്ഡത്തിൽ നമുക്ക് വീട് വെക്കാം, ഒരു തെറ്റുമില്ല. എന്നാൽ ഈ മനുഷ്യഖണ്ഡത്തിൽ വീട് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുകളിലുള്ളൊരു ഭാഗമുണ്ട്, ഏതാണെന്ന് നോക്കണം, വായുമൂല എന്ന് പറയുന്ന ഭാഗം. ഈ വായുമൂല പറഞ്ഞ 4 ഖണ്ഡലുള്ള അതിലൊരു മൂലയാണ് ഏത്, വടക്ക് കിഴക്കേ മൂല. അങ്ങനെയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഈ വടക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്നത് അസുരഖണ്ഡമാണ്. ഈ അസുരഖണ്ഡത്തിലാണ് വീടിൻ്റെ 3/4 ഭാഗവും ഈ അസുരഖണ്ഡത്തിലാണ് വരുന്നിരിക്കട്ടെ. ചിലപ്പോൾ 5 സെൻറ്റല്ലാണെങ്കിൽ നമ്മൾ അസുരഖണ്ഡത്തോട് ചേർത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ കലഹമായിരിക്കും, സമാധാനം ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല, എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട് വടക്കു പടിഞ്ഞാറേ മൂലയ്ക്കൊക്കെ ചേർത്ത് എടുക്കാതിരിക്കുക. പിന്നെയുള്ളതോ ഞാൻ പറഞ്ഞു കന്നിമൂല എന്ന് പറഞ്ഞു. ഈ കന്നിമൂല എന്ന് പറയുന്നത് ഏതാണ്, കൃത്യമായിട്ട് ഓർക്കുക, തെക്ക് പടിഞ്ഞാറേ മൂല. ഈ തെക്ക് പടിഞ്ഞാറേ മൂലയോട് ചേർത്താണ് വീടെടുക്കുന്നിരിക്കട്ടെ, ഉത്തമമാണ്. കാരണം അതിനെ ദേവഖണ്ഡം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദേവഖണ്ഡത്തിലേക്ക് ചേർത്ത് നമ്മൾ വീടെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വലിയ ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ പരമാവധി ചേർത്തിട്ടെടുക്കുക. ബാക്കി അപ്പുറത്തെ ഇപ്പുറത്തെ ഖണ്ഡത്തിലൊക്കെ കയറിപ്പോയാലൊന്നും ദോഷമൊന്നുമില്ല. പക്ഷെ പരമാവധി ഈ പറയുന്ന ഭാഗത്തേക്ക് ചേർത്തെടുക്കുക. അവിടെ ദേവഖണ്ഡമാണ്, വളരെയേറെ ഐശ്വര്യമുണ്ടാവും. മനുഷ്യഖണ്ഡത്തിലും ദേവഖണ്ഡത്തിലും വീട് വെക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ഈ പഠിച്ചിട്ട് വരുന്ന എഞ്ചിനീയർമാർക്കൊന്നും പ്ലാൻ വരക്കാൻ അറിയാമെന്നല്ലാണ്ട് ഇതിൻ്റെ ശാസ്ത്രീയമായ വശം അറിയണമെന്നില്ല. എല്ലാവർക്കും അല്ല, ചില അധികം ആൾക്കാർക്കും അറിയണമെന്നില്ല. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അഗ്നിമൂല എന്ന് പറയുന്ന ഭാഗമാണ്. അഗ്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കേ മൂല, അവിടെ യമഖണ്ഡം എന്ന് പറയും. എന്ന് വെച്ചാൽ അവിടത്തേക്കാണ് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തി നമ്മൾ ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് വരുന്ന വിധത്തിൽ വീടെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുമെന്നറിയാം. അവിടെ രോഗദുരിതങ്ങൾ വിട്ടുപോകില്ല, മരണം ഭയം എപ്പോഴും ഉണ്ടാകും, മരണം നടക്കാം, അപകടം പറ്റും, അങ്ങനെ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏതായാലും ഈ 4 ഖണ്ഡത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദേവഖണ്ഡവും മനുഷ്യഖണ്ഡവുമാണെന്ന് നമ്മൾ ആദ്യം ഉറപ്പിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ വീട് വെക്കുന്നതിന് മുന്നോടിയായിട്ട് ആ ഭൂമി കണ്ട് ഭൂമിയുടെ സ്കെച്ച് തയ്യാറാക്കി അതിനുതകുന്ന തരത്തിലുള്ള പ്ലാനാണ് നമ്മൾ വരക്കേണ്ടത്. ആദ്യം പ്ലാൻ വരക്കരുത്. ഇപ്പം ഞാനൊരു പ്ലാൻ തയ്യാറാക്കുന്നത് അതേപോലെ എൻ്റെ ഏട്ടന് ഒരു വീട് വെക്കണമെന്ന് വെച്ചാൽ പറ്റില്ല. കാരണം എന്താ, എൻ്റെ വീട് എൻ്റെ ഭൂമി സമചതുരാണെങ്കിൽ അവരുടെ ഭൂമി ദീർഘചതുരാണെങ്കിൽ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെ ഇതിന് പിന്നെ പലതരത്തിലുള്ള കോണുകളുണ്ടെങ്കിൽ എൻ്റെ ഇതിന് കോണുകളില്ലാത്തതാണ്, അതിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഭൂമിക്കനുസരിച്ച് വേണം വീടുകളുടെ പ്ലാൻ തയ്യാറാക്കാനും വീടുകൾ എടുക്കാനും. അല്ലാണ്ട് വീട് എൻ്റെ മനസ്സിലുണ്ട്, അതിനനുസരിച്ച് ഭൂമിയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, അത് പ്രകൃതിദത്തമായതാണ് എന്ന് കാര്യം നമ്മൾ ചിന്തിക്കണം. ഇത് അറിയാത്തത് കൊണ്ടാണ് പലരും പലതരത്തിലുള്ള ഈ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക. ഇനിയും നമുക്ക് ഒരുപാട് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ട്, ഞാനിത് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം 1/2 മണിക്കൂർ കഴിഞ്ഞു. നോക്കാം ഇനി എന്താണ് ഈ വീട്. ഞാൻ പറഞ്ഞു മധ്യമ സൂത്രം, ഞാൻ പറഞ്ഞു ഇതിൽ ഊർജ്ജ പ്രവാഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നാമത്തെ ചിത്രത്തിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു വരച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ഭൂമിയിലെ നമ്മൾ ഈ ഭൂമി വീട് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു 10 സെൻറ്റ് ആണെങ്കിലും അതിന് കുറച്ച് ഭാഗം ഒഴിച്ച് വിട്ടിട്ട് നമ്മൾ ഒരു കൃത്യമായ സ്ഥലം ഇതുപോലെ കണ്ടെത്തും. നമ്മൾ ആ 10 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ ആദ്യം ഈ വീടിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി. ഈ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീടെടുക്കുന്നതിന് മുമ്പായിട്ട് ചിന്തിക്കേണ്ട വെച്ചാൽ വേദസൂത്രം ഒരിക്കലും, അല്ലെങ്കിൽ ഈ വേദദോഷം ഒരു കാരണവശാലും നമ്മളെ ഈ വീടിനെ ബാധിക്കാൻ പാടില്ല. അത് പിന്നെ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും.
നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പല നിർമ്മിതികളും പൊളിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വേദദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളെ റോഡിൻ്റെ വീതി, അത് നമുക്ക് വേദദോഷം വരും. എങ്ങനെ ദോഷം വരും? ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇപ്പോൾ ഇതാണ് നമ്മുടെ വീട് എന്നിരിക്കട്ടെ. ഇതിപ്പോൾ മനസ്സിലാകുന്നില്ലേ? ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നമുക്ക് റോഡ് വരുന്നിരിക്കട്ടെ. ഞാൻ വരച്ച് കാണിച്ചു തരാം. നോക്കൂ, ഞാൻ റോഡ് വരച്ചില്ലേ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോലേന്ന്. അപ്പോൾ ഇവിടുന്ന് വരുന്നത് ഈ റോഡിൻ്റെ മധ്യഭാഗം ഉണ്ടല്ലോ, ഈ മധ്യഭാഗവും ഈ വീടിൻ്റെ മധ്യഭാഗവും, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ നമ്മൾ വീട് വെക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമുണ്ടല്ലോ, ഈ മധ്യഭാഗവും തുല്യ ലെവലിൽ വരാൻ പാടില്ല. ഈ വീടിൻ്റെ ഈ മധ്യമസൂത്രവും ഈ പറയുന്ന റോഡിൻ്റെ മധ്യമസൂത്രവും തുല്യ നിലയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് വേദദോഷമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഈ റോഡിന് ലെവലായി വരാതെ അല്പം വീട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിച്ച് വെക്കണം. മധ്യഭാഗം, വീടിൻ്റെ മധ്യഭാഗം റോഡിൻ്റെ മധ്യഭാഗം തമ്മിൽ നേർക്ക് വരാത്ത വിധത്തിൽ അല്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് റോഡിൻ്റെത്. ഇനി വീടിൻ്റെ മുമ്പിൽ ഇതുവരെ കുളമാണെന്നിരിക്കട്ടെ, ആ കുളത്തിൻ്റെ മധ്യഭാഗം ഉണ്ടല്ലോ, ആ കുളത്തിൻ്റെ മധ്യഭാഗവും ഈ പറയുന്ന വീടിൻ്റെ മധ്യഭാഗവും തുല്യ ലെവലിൽ വരാൻ പാടില്ല. അതും വേദദോഷത്തിൽ വരും. തീർന്നിട്ടില്ല. ഇത് ഈ വീടെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതൊക്കെ എല്ലാം ഈ വാസ്തുശാസ്ത്രം പഠിച്ച ആൾക്കാരെല്ലാം ഈ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പല ആൾക്കാരും നിങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊന്ന് ക്ഷമയോടുകൂടി കേൾക്കണമെന്ന് പറയാൻ കാരണം. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ വീട് എടുക്കുന്നതിന് മുമ്പ് അപ്പുറത്തൊരു വീട് എടുത്തിട്ടുണ്ട്. ആ വീടിൻ്റെ സൂത്രം ഉണ്ടാവില്ല, മധ്യസൂത്രം. ആ സൂത്രവും നമ്മുടെ വീടിൻ്റെ മധ്യസൂത്രവും ഒന്നാവാൻ പാടില്ല. എന്നുവെച്ചാൽ ആ വീടിൻ്റെ നേർരേഖ, ആ മധ്യമസൂത്രം വരുന്ന അതേ ലെവലിൽ നമ്മളെ വീടിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ അതും വേദദോഷമാണ്. ഇനി നമ്മൾ വീടിൻ്റെ ഇതിൽ പറഞ്ഞു, ഇനി ഈ വീടിൻ്റെ കുളം പറഞ്ഞു, റോഡ് പറഞ്ഞു, ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ കിണറുണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ വീട്ടുമുറ്റത്താവാം, അല്ലെങ്കിൽ പുറത്ത് ഒരു കിണറിൻ്റെ മധ്യസൂത്രമുണ്ട്. അതും ഈ പറയുന്ന മധ്യസൂത്രത്തിൽ വരാൻ പാടില്ല. തീർന്നില്ല. ഇനി നമ്മൾ വീട് എടുത്തു എന്നിരിക്കട്ടെ, വീടെടുക്കുന്ന സ്ഥലത്ത് നമ്മൾ കട്ടിളപ്പടി വരുന്നുണ്ട്. കട്ടിള വെക്കുമല്ലോ വീടിന്. ഈ കട്ടിള വെക്കുന്ന സമയത്ത് ഈ കട്ടിളയുടെ മധ്യഭാഗം കൃത്യമായിട്ട് പിടിക്കണം. ഈ മധ്യഭാഗവും നമ്മുടെ ഭൂമിയുടെ മധ്യഭാഗവും തുല്യമാവാൻ പാടില്ല. പ്രധാന വാതിലിൻ്റെയാണ് പറഞ്ഞത്. ഒരുപാട് കട്ടിള വെക്കുന്നുണ്ടാവും, പക്ഷെ പ്രധാന വാതിലിൻ്റെ പറഞ്ഞത്. അപ്പോൾ പ്രധാന വാതിലിൻ്റെ കട്ടിളയുടെ മധ്യമവും ഈ ഭൂമിയുടെ, കാരണം നമ്മൾ കിഴക്കോട്ടാണെങ്കിൽ കിഴക്ക് നിന്ന് നമ്മൾ തെക്ക് നിന്ന് വടക്കോട്ട് പിടിക്കുമ്പോൾ കൃത്യ സെൻറ്റർ കിട്ടും. ഒരു കയറ് പിടിച്ചു കഴിഞ്ഞാൽ ആ കയറ് എടുത്തിട്ട് അത് ഈ കട്ടിളയുടെ സെൻറ്ററും കിട്ടും. അത് രണ്ടും തുല്യ ലെവലിലാണോ വരുന്നുണ്ടോ എന്ന് നോക്കണം. ആദ്യം നമ്മൾ ഭൂമി വടക്ക് നിന്നും തെക്കോട്ടൊക്കെ ഒന്ന് അളക്കുമ്പോൾ അവിടെ ഒരു അടയാളം വെക്കുക. ആ അടയാളത്തിൻ്റെ ലെവലിലാണോ ഈ വീടിൻ്റെ കട്ടിള നോക്കുക. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന മധ്യസൂത്രം ഉണ്ടല്ലോ, ആ നേർക്ക് വരുന്ന വീടിൻ്റെ ഈ പറയുന്ന ഈ ഭൂമിയുടെ മധ്യസൂത്രത്തിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ സ്ഥലത്തിലാണല്ലോ ഈ വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ മധ്യഭാഗത്തുകൂടെ ഈ സൂത്രം കടന്നു പോകുന്ന ആ മധ്യഭാഗത്തുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ വീടും ഈ പറയുന്ന സ്ഥലത്തിൻ്റെയും മധ്യമസൂത്രം ഒന്നാവാൻ പാടില്ല. സ്ഥലത്തിൻ്റെ സെൻറ്ററും ഈ വീടിൻ്റെ സെൻറ്ററും ഒന്നാവരുത് എന്നർത്ഥം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഇതാ വീണ്ടും ചിത്രത്തിലേക്ക് പോവുകയാണേ. ഇപ്പോൾ ഇത് ഭൂമിയുടേതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു വീട് വെച്ചു എന്നിരിക്കട്ടെ. ഈ വീട് വെക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഇതാ ഇവിടെ നമ്മൾ വീട് വെച്ചു. അപ്പോൾ ഈ വീടിൻ്റെ നടുഭാഗത്ത് കൂടിയാണ് ഈ വരയും നടുഭാഗമാണ്. ഈ സ്ഥലത്തിൻ്റെ നടുഭാഗത്താണ് ഈ വര വരുന്നത്, ഈ വീടിൻ്റെ നടുഭാഗത്താണ് ഈ വര വരുന്നത്. അപ്പം അത് വേദദോഷമാണ്. അപ്പോൾ ഈ വീടിനെ അത് ബാധിക്കും. അതുകൊണ്ട് എന്ത് വേണം? വീട് അല്പം അങ്ങോട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത്. അതാണ് ഞാൻ നേരത്തെ ആദ്യം ഖണ്ഡം പറഞ്ഞത്. യമഖണ്ഡത്തിൽ പാടില്ല, പിന്നെ അസുരഖണ്ഡത്തിൽ പാടില്ല എന്നല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു ദോഷം അവിടെ ഇല്ലാണ്ടായി. പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദേവഖണ്ഡത്തിലോ മനുഷ്യഖണ്ഡത്തിലോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ദോഷമൊന്നും അവിടെ ബാധിക്കില്ല. എന്നാൽ ഈ പറയുന്ന ആ മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന ആ ഊർജ്ജ പ്രവാഹത്തിനവിടെ ഒരിക്കലും നമ്മുടെ വീടിൻ്റെ ഒരു ചുമര് വരാൻ പാടില്ല.
ആ ചുമര് ഒഴിവാക്കണം. ഒരു വീടിൻ്റെ ചുമര് വരും, തൂണുകൾ വരാൻ പാടില്ല. അതും അവിടെ ഒരു തടസ്സവുമില്ലാതെ കിടക്കണം എന്നർത്ഥം. ഒന്നുകിൽ സെൻട്രൽ ഹാളിൻ്റെ അകത്തോ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് കൂടിയോ അതങ്ങോട്ട് കടന്നു പോട്ടെ. അവിടെ ചുമരുകൾ വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ചുമര് വരുന്നിടത്ത് എന്ത് വേണം? ചുമരല്ല, ഇനിയിപ്പം മുറിയന ചുമര് വരും. അങ്ങനെ വരുന്നിടത്ത് നമ്മളൊരു ജനാലയോ മറ്റോ കാര്യങ്ങൾ വെക്കും. പിന്നെ ബെഡ്റൂമിൽ ജനാല വരും, അതല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അവിടെ നമ്മൾ ഡോറ് വരും. അപ്പോൾ ആ മധ്യമസൂത്രത്തിലൂടെ ഡോറും ജനാലയും ഒക്കെ വെച്ചിട്ട് അവിടെ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കണം. ഒന്നും കൂടി വ്യക്തമാക്കി തന്നാൽ, ഇതാ ഞാൻ ഈ ചിത്രം ഇവിടെ ഒന്നും കൂടി കാണിക്കുകയാണ്. ഈ ചിത്രത്തിൽ നോക്കണം, ക്ലിയർ ആണല്ലേ? ഇത് ഞാൻ ഒറ്റക്കാണ്, അതുകൊണ്ടാണ് ആരും ഇത് വീഡിയോ എടുക്കാൻ ആളില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ മധ്യസൂത്രം കടന്നു പോകുന്നത്. ഇവിടെ ഈ മധ്യസൂത്രം കടന്നു പോകുന്നതിൻ്റെ അടുത്ത് ഇപ്പം നമുക്ക് ഇവിടെ ഈ വീട് വെക്കുന്നു. ഇപ്പം ഒരു വലിയൊരു വീടാണ് നമ്മളവിടെ വെച്ച് തന്നിരിക്കട്ടെ. ഈ വലിയൊരു വീട് വരുമ്പോൾ സമയത്ത് ഈ മധ്യമസൂത്രത്തിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കട്ട്ളപ്പടി വെക്കുന്നു, അല്ലെങ്കിൽ ജനാല വെക്കുന്നു അവിടെ. അങ്ങനെ വരുന്നിടത്ത് നമ്മൾ ജനാല വെക്കുന്നു എന്നിരിക്കട്ടെ. ഇതാ നോക്കൂ, ഇത് ജനാലയാണ് വെച്ചത്. ഇപ്പുറത്തും ജനാല വെക്കാം. ഈ നടുകെ കൂടി ചുമര് വരാത്ത വിധത്തിൽ ഇവിടെ ജനാല വെക്കാം. ഇവിടെ വേറൊരു കട്ട്ള വെക്കാം. കട്ട്ള സെൻറ്റർ വരാൻ പാടില്ല. ഇവിടെ കട്ടയുടെ സെൻറ്റർ ഇതിൻ്റെ സെൻറ്റർ ഒന്നിച്ചാവരുത്. അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചിട്ട് പിന്നെ നമുക്ക് കട്ട്ള വെക്കാം. ഇനി ഇവിടെയാണ് സെൻറ്ററിലാണ് കട്ട്ള, പ്രധാന വാതിൻ്റെ കട്ട്ള ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു കാൽ ഭാഗം മാത്രമേ ഇതിൻ്റെ ഇത് വരാൻ പാടുള്ളൂ. ഇതിന് ഈ കട്ട്ളയുടെ നടുക്കേ കൂടി ഈ വര കടന്നു പോകരുത്. പ്രധാന വാതിൻ്റെ നടുക്കേ കൂടി ഈ വര കടന്നു പോകരുത് എന്നർത്ഥം. അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ചിട്ട് അവിടെ ജനാലയും വാതിലൊക്കെ വെച്ചിട്ട് നമുക്കതിനെ പരിഹാരം കാണാൻ പറ്റും. അപ്പോൾ ഈ നടുക്കേ കൂടിയുള്ള ഊർജ പ്രവാഹത്തിനെ നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിക്കണം എന്നർത്ഥം. തീർന്നോ? ഇല്ല. വീടിന് മതിൽ കെട്ടുകയാണെങ്കിൽ ആ ഗേറ്റ് ഒരിക്കലും ഈ പറയുന്ന സ്ഥലത്ത് വരാൻ പാടില്ല. എന്ത് വേണം? ഈ മധ്യമ ഇതിൽ നിന്നും മാറിയിട്ട് ആദ്യം ഈ പറഞ്ഞ നമ്മൾ ആദ്യം 9 ഭാഗമാക്കിയില്ലേ, ആ 9 ഭാഗത്തിൽ ആ 5ാമത്തെ ഭാഗം വന്നില്ലേ, ആ 5ാമത്തെ ഭാഗം മുതൽ അങ്ങോട്ടേക്ക് ഗേറ്റ് വെക്കുക, ഇടതുവശത്തേക്ക്. 5ാമത്തെ ഭാഗം മുതൽ ഇടതുവശത്തേക്ക്. ഇപ്പം കിഴക്കോട്ടാണ് മുഖം നിൽക്കട്ടെ, വീടിൻ്റെ കിഴക്കോട്ടാണ് മുഖം വരുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ തെക്ക് നിന്നും വടക്കോട്ടേക്ക് നമ്മൾ ചരട് പിടിച്ച് 9 ഭാഗമാക്കിയിട്ട് ആ 5ാമത്തെ ഭാഗം മുതൽ ഇടതുവശത്തേക്ക് എന്ന് വെച്ചാൽ വടക്കോട്ടേക്ക് വേണം ഗേറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. നേരെ നടയിൽ വെച്ചേക്കരുത്. കാരണം ഈ മതിലിൻ്റെയും ഈ വീടിൻ്റെയും മധ്യമസൂത്രം ഒന്നാകരുത് എന്നർത്ഥം. ചിലപ്പം ഈ ഫ്ലോട്ടിൽ നിന്ന് അടുക്കാതെ ചിലപ്പോൾ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പൂജാമുറി കാണുന്ന വിധത്തിലൊക്കെ ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം രണ്ടും ഒരേ തുല്യ നേർരേഖയിൽ വരാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഈ വീടിൻ്റെ ഗേറ്റ് ആവട്ടെ, വാതിലാവട്ടെ, മറ്റൊരു വീടാവട്ടെ, ഒന്നും തന്നെ ഒരേ ഇതിൽ വരാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു സംശയം വരും, ഞാൻ വീട് വെച്ചതിന് ശേഷം ഇതാ അവർ കൊണ്ടുപോയിട്ട് അതുപോലെ വെച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ആദ്യമേ അവിടെ വെച്ചതാ. പിന്നീട് അവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഒരു വഴിക്ക് ഇങ്ങനെ കാടിങ്ങനെ കഴിയാതെ ശരീരം തളർന്ന് കിടക്കുക. അപ്പോൾ വേറൊരാൾ വന്നിട്ട് നമ്മളെ ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ തെറ്റല്ലല്ലോ, നമുക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. ഇത് നമ്മൾ ആദ്യം വീട് വെച്ച് പോയി. നമ്മൾ വീട് വെച്ചതിന് ശേഷം അവർ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് അതിൻ്റെ ദോഷം ഉണ്ടാവുക, നമ്മൾക്ക് അതിൻ്റെ ദോഷം ഉണ്ടാവില്ല. നമ്മളൊരു സ്ഥലത്ത് ഒരു കക്കൂസിൻ്റെ കുഴിയൊക്കെ കുഴിച്ചു. ഈ കക്കൂസിൻ്റെ കുഴി കുഴിച്ചതിന് ശേഷം വേറൊരാൾ വീട് വെച്ചു തൊട്ടടുത്ത്. എന്നിട്ട് പറയാം നിങ്ങളുടെ കക്കൂസിലെ വെള്ളം നമ്മുടെ കിണറ്റിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ആർക്കാ തെറ്റ്? അവർ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കക്കൂസിൻ്റെ കുഴി എവിടെയാണെന്ന്. അവർക്ക് വേണ്ടി നമ്മുടെ കക്കൂസിൻ്റെ കുഴി മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്ത് വേണം? അവരുടെ കിണർ അവർക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് അവർ പണിയണം പുതിയ ആൾക്കാരെടുക്കുമ്പോൾ. അല്ല, ആദ്യമുള്ള ആൾക്കാർക്ക് ഇത് ബാധകമല്ല. അപ്പോൾ അതും നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, ഇത് അങ്ങനെയുള്ളൊരു വിഷയമാണ്. ഇനി മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിക്കേണ്ടത് ഈ മധ്യരേഖയിലൂടെ പിന്നെ ആ വരുന്ന ഭാഗത്ത് ചുമരുണ്ടാവാൻ പാടില്ല, തൂണുണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഈ വീടിൻ്റെ പൂജാമുറി എവിടെയാണ് വേണ്ടത്. പല ആൾക്കാർക്കും പൂജാമുറി ഉണ്ടാകില്ല. എല്ലാ സൗഭാഗ്യങ്ങളും തന്ന ദൈവത്തിന് നമുക്ക് വീട് വലിയൊരു സൗകര്യമുണ്ട്. പക്ഷെ ആ ദൈവത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിന് പൂജിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നമ്മൾ ഉണ്ടാവില്ല. അവസാനം എന്ത് ചെയ്യുന്നില്ല, സ്റ്റെയർ കേസിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കോണിപ്പടി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു സ്റ്റാൻഡ് ഒക്കെ അടിച്ചിട്ട് അതിന് മുകളിൽ തൽക്കാലം ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തായില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് ഭഗവാന് വേണ്ട ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഇപ്പം
ഇതിലേ തിരിച്ചു പിടിക്കാം. കാണുന്നുണ്ടാവോ? കാണുന്നില്ലേ? ഈ ചിത്രം എടുക്കൂ. ഈ ചിത്രത്തിൽ ഇതാണ് കിഴക്ക് ഭാഗം എന്ന് ചിന്തിക്കുക. ഇതാണ് കിഴക്ക്, ഇതാണ് പടിഞ്ഞാറ്. അപ്പോൾ പൂജാമുറി വരേണ്ടത് ഈ കിഴക്കിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഈ ഭാഗത്തിന് നമ്മൾ പറയും വടക്ക് എന്ന് പറയാം. ഈ വടക്കേ മൂല മുതൽ ഈ പറയുന്ന തെക്കേ മൂല വരെയുള്ള ഭാഗം, ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള ഭാഗം നമുക്ക് പൂജാമുറിക്ക് ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള ഭാഗം. എന്നാൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഈ മൂലയുമാണ്. പൂജാമുറിക്കും വിളക്ക് കൊളുത്താനും പ്രാർത്ഥിക്കാനൊക്കെ ഈ മൂലയുമാണ് ഉത്തമം. പരമാവധി ഈ ഈശാനുകോണിൽ തന്നെ ചെയ്താൽ നന്നായിരിക്കും. ഇനി ഈ നടുഭാഗത്ത് വെച്ചുകൊണ്ട് ദോഷമില്ല, ഈ നടുഭാഗത്ത് വെച്ചുകൊണ്ട് ദോഷമില്ല. അപ്പോൾ പരമാവധി ഈ പറയുന്ന ഭാഗങ്ങളിൽ എവിടെ വന്നാലും ദോഷമില്ല എന്ന് മനസ്സിലാക്കാം. പൂജാമുറി വിളക്ക് കൊളുത്തുന്നത് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഇത് ഉത്തമം എന്ന് പറയുന്നത് ഇവിടെ ചെയ്യാം, ഈശാനുകോണിൽ ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കന്നിമൂലക്കും ചെയ്യാം, അവിടെയും ദോഷമൊന്നും ഇല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പൂജാമുറി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പവിത്രതയോടുകൂടി ചെയ്യണം. പൂജാമുറിയുടെ ചുമരിനോട് ചേർന്ന് ബാത്റൂമിൻ്റെ ചുമര് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പൂജാമുറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായിട്ടിരിക്കേണ്ട സ്ഥലമാണ്. അവിടെ മാലിന്യമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി അടുക്കളയുടെ ചുമര് വരുന്നുണ്ടൊന്നും ദോഷമൊന്നുമില്ല. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയോ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഓരോ ആൾക്കാരുടെയും കിടപ്പ് മുറിയുടെ ഇതാണ്. ബെഡ്റൂം നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് കന്നിമൂലക്കാണ്. എന്ന് വെച്ചാൽ വാസ്തുപുരുഷൻ്റെ കാൽപാദമുള്ളത് കന്നിമൂലയാണ്. കന്നിമൂല മറന്നു പോകരുത് ഏത് ഭാഗമാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒന്നുകൂടി പറഞ്ഞുതരാം. തെക്ക് പടിഞ്ഞാറേ മൂലക്കാണ് കുടുംബനാഥനും കുടുംബനാഥയും താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം. അവിടെയാണ് അവർ താമസിക്കേണ്ടത്. എന്താണ്? വാസ്തുപുരുഷൻ്റെ കാല് അവിടെയാണ്. ഈ കാലുകൊണ്ട് വേണം ഏതൊരാൾക്കും ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. എവിടത്തേക്കും മുന്നോട്ട് പോകണമെങ്കിൽ അവിടെയാണ്. അപ്പോൾ കുടുംബത്തിനെ നയിക്കുന്നത് ആരാണ്? കുടുംബനാഥനാണ്. അപ്പോൾ അവരുടെ കാലുകൾക്കാണ് ബലം വേണ്ടത്. അവിടെയാണ് ഈശ്വര സന്നിധി, അല്ല ഗണപതി ഭഗവാന്റെ സാന്നിധ്യം അവിടെയാണുള്ളത്. അപ്പോൾ അവിടുന്ന് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തടസ്സങ്ങളില്ലാതെ നല്ല ശക്തമായ കാൽവപ്പോടുകൂടി ജീവിതത്തിൽ ഉന്നത നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് കന്നിമൂലക്കുള്ള അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലക്കുള്ള ബെഡ്റൂം എന്നർത്ഥം. ഈ തെക്ക് പടിഞ്ഞാറേ മൂലക്ക് നമുക്ക് ബെഡ്റൂം ചെയ്യാം. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഇതാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് വായുകോണിലും നമുക്ക് ബെഡ്റൂം എടുക്കാം. അപ്പോൾ ബെഡ്റൂം നമുക്ക് പറ്റുന്നത് ഈ പറയുന്ന രണ്ട് സ്ഥലത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ദോഷവുമില്ല. ശരീരത്തിന് ഈ പറയുന്ന ഭാഗങ്ങളിൽ വളരെ ഉത്തമമാണ്. ഏറ്റവും നല്ലത് ഈ പറയുന്ന സ്ഥലമാണ്. ഏത്? കന്നിമൂല. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാരുണ്ടാവില്ല, കല്യാണം കഴിഞ്ഞ വധുവരന്മാരായ യുവമിഥുനങ്ങളായ ആൾക്കാർക്ക് വായുകോണുള്ളത് നല്ലതാണ്, ഉത്തമമായ സ്ഥാനമാണ്. എവിടെയാ വായുകോൺ എന്ന് പറയുന്നത്? അത് വടക്ക് പടിഞ്ഞാറേ മൂലക്കുള്ള ബെഡ്റൂം. വടക്ക് പടിഞ്ഞാറേ മൂലക്കുള്ള ബെഡ്റൂമിൽ ഉത്തമമാണ്. എന്നാൽ ഇപ്പോൾ പ്രസവം നടക്കേണ്ട ഒരിതാണ് ഇരിക്കട്ടെ, പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട് താമസിക്കുന്ന മുറിയാണെങ്കിൽ അതും കന്നിമൂലക്കാണ് ഉത്തമം. ഭഗവാന്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള മൂലയാണ് കന്നിമൂല. ഈ കന്നിമൂലക്ക് ഒരു കാരണവശാലും കുഴികളൊന്നും ഉണ്ടാവരുത്. അവിടെ താഴ്ന്നു കിടക്കരുത് എന്നർത്ഥം. താഴ്ന്നു കിടന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ വെളിയിലായിട്ട് വരുന്ന അവിടെ നമ്മുടെ വേസ്റ്റ് ടാങ്ക്, അതുപോലെ സേഫ്റ്റി ടാങ്ക്, അങ്ങനെ പല കുഴികൾ അവിടെ വരാൻ പാടില്ല. കാരണം അവിടെ ഗണപതിയുടെ സ്ഥാനമാണ്. ഈ ഒരാൾ വാസ്തുപുരുഷൻ കിടക്കുമ്പോൾ വാസ്തുപുരുഷൻ്റെ കാല് കുഴിയിലേക്കായി കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയും കുഴിയിൽ തന്നെയായിരിക്കും. ആ കാല് ഉയരത്തിലാണെങ്കിൽ അവരെപ്പോഴും ഉയരത്തിലേക്കാണ് പോകാൻ വേണ്ടി. നമ്മുടെ കാലുകൾ എപ്പോൾ ഉയരത്തിൽ കയറുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. അതുകൊണ്ട് വീടെടുക്കുന്ന അവസരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർമ്മ വേണം. എന്താണ്? ഈ വെള്ളം, പറമ്പിലേക്ക് വീഴുന്ന വെള്ളം വടക്ക് കിഴക്കായിട്ട് പോകണം. എന്ന് വെച്ചാൽ ഈ വാസ്തുപുരുഷൻ്റെ തലയുള്ള ഭാഗത്തേക്ക് ഒഴുകണം, കാലുള്ള ഭാഗത്തേക്ക് ഉയർന്നു കിടക്കണം. ആ ഉയർന്നു കിടക്കുന്ന ഭാഗത്താണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഗൃഹനാഥൻ കിടക്കേണ്ടത്, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവാൻ. അപ്പോൾ ഭൂമി വാങ്ങുമ്പോൾ എപ്പോഴും ഈശാനുകോണ് ഉയർന്നു കിടക്കുന്നതായിരിക്കണം. അവിടെ യാതൊരു വിധത്തിലുള്ളൊരു കുഴിയോ മറ്റു കാര്യങ്ങളോ നമ്മൾ ചെയ്യരുത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഈ രണ്ട് ഭാഗം നമ്മൾ ബെഡ്റൂം എടുത്തു. ഈശാനുകോണിൽ ഒരു കാരണവശാലും വീടെടുക്കരുത്, അല്ല മുറിയെടുക്കരുത്, ബെഡ്റൂം. കാരണം അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം വേണ്ടതാ.
ഈശാനുകോണിൽ ഒരു കാരണവശാലും നമ്മുടെ ആരായാലും അവിടെ നമ്മൾ കുട്ടികളെ ആയാലും മറ്റുള്ളവരും അവിടെ കിടത്തേണ്ടതില്ല. ഈശാനുകോണിൽ ഇതാക്കി കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈശാനുകോണിലുള്ള ആരെങ്കിലും ബെഡ്റൂം ഉണ്ടെങ്കിൽ അത് മാറ്റുന്നത് നന്നായിരിക്കും എന്നും കൂടിയും ഓർമ്മിപ്പിക്കട്ടെ. എന്നാൽ അഗ്നിയുടെ സാന്നിധ്യമുള്ള അഗ്നിമൂലയുടെ ഈശാനുകോൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഏതാണ്? വടക്ക് കിഴക്കേ മൂലയാണ്. അവിടെയാണ് ഒരു കാരണവശാലും ബെഡ്റൂം എടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. എന്നാൽ അഗ്നിമൂലക്ക് നമ്മൾക്ക് ബെഡ്റൂം എടുക്കാം. എന്നാൽ അവിടെ സ്ഥിരമായിട്ട് രോഗമുള്ളവർ അവിടെ കിടക്കാതിരിക്കുക. കാരണം അവരെന്നും രോഗിയായിട്ട് തന്നെ ഉണ്ടാകും. ഏതവസ്ഥയിലാണുള്ള ആ അവസ്ഥയിൽ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. സാധാരണ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കിടക്കോ കാര്യങ്ങളൊക്കെ ചെയ്യും. എപ്പോഴും 1-2 ദിവസം കിടക്കുന്നുണ്ട്, ദോഷമൊന്നുമില്ല. ബെഡ്റൂം എടുക്കുന്നുണ്ട്, ദോഷമില്ല. സാധാരണക്കാർക്ക് ഇപ്പോൾ ഉള്ള അതേ അവസ്ഥയിൽ അവർക്ക് അങ്ങോട്ട് പോകുക. അവർക്ക് ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ബെഡ്റൂം വരുന്നുകൊണ്ട് ദോഷമൊന്നുമില്ല. അഗ്നിമൂലക്ക് ഏത് കിഴക്ക് തെക്ക് മൂലക്ക്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വടക്ക് കിഴക്കേ മൂലക്ക് ഈശാനുകോണിൽ ഈ പറയുന്ന വാസ്തുപുരുഷൻ്റെ മുഖം, കാരണം വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ ഒരു അസുരനാണ്. ആ അസുരൻ്റെ മുഖത്ത് തന്നെ പോയി കിടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മുടെ ജീവിതം ആസുരികമായി മാറും. അതുകൊണ്ടാണ് ഈശാനുകോണിൽ ബെഡ്റൂം പാടില്ല എന്ന് പറയാനും കാരണം. ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കക്കൂസിൻ്റെ സ്ഥാനം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരു കാരണവശാലും നമുക്ക് 4 മൂലകളാണ് ഉണ്ടാവുക വീടിൻ്റെ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇത് വാസ്തുവിൽ ശരിക്കും പറഞ്ഞാൽ ഈ കക്കൂസിനെ കുറിച്ച് കൃത്യമായി പറയുന്നൊന്നുമില്ല. കാരണം എന്താ പറയുക, പണ്ട് കാലങ്ങളിൽ കക്കൂസ് വീടിന് വെളിയിലാണ് ഉണ്ടാവുക. കക്കൂസ് വീടിൽ നിന്നും മാറിയിട്ട് അല്പം ദൂരെ ഉണ്ടാവുക. പിന്നെ അടുക്കളയും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീട്ടിലുണ്ടാവുക. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇന്നത്തെ കാലം മാറി. ഇന്ന് നമ്മൾ ഭക്ഷണം നമ്മൾ വീട്ടിൽ കഴിക്കാറില്ല, അത് വെളിയിൽ നിന്നാണ് കഴിക്കുക. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും ശുദ്ധമായ ഭക്ഷണം, അതാണ് നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്നത്. അത് ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, നമ്മൾ വെളിയിൽ പോയിട്ട് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ തന്നെ കക്കൂസ് പണ്ട് വെളിയിലായിരുന്നു, ഇന്ന് കക്കൂസ് നമ്മുടെ വീടിൻ്റെ അകത്തായി, ബെഡ്റൂമത്തിലായി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് രോഗങ്ങളും അധികമായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കക്കൂസ് ഒരിക്കലും ഒരു മൂലക്കൊന്നും വരാത്ത വിധത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഇപ്പം മൂലക്ക് വേണമെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് നമുക്ക് വായുകോണിനോട് ചേർന്നിട്ട് നമുക്ക് കക്കൂസ് എടുക്കാം, ഈശാനുകോണിനോട് ചേർന്ന് കക്കൂസ് എടുക്കാം, കന്നിമൂലയോട് ചേർന്ന് കക്കൂസ് എടുക്കേണ്ടി വന്നു പോയിരിക്കട്ടെ, വേറെ മാർഗ്ഗമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ മൂല നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ രണ്ടാമത്തെ ഭാഗം അങ്ങോട്ട് വിട്ട് വെക്കണം. കുറച്ച് ഭാഗം ഒരു 150 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം ഈ കക്കൂസ് എടുക്കാൻ. ഏത് ഭാഗത്തെടുത്താലും ദോഷമില്ല, പക്ഷേ ഈ 150 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം ഇതെടുക്കാൻ. കാരണം അവിടെ ഡ്രസ്സിങ് റൂമായിട്ടോ അല്ലെങ്കിൽ അലമാരിയായിട്ടോ എന്തെങ്കിലും നമ്മൾ കണക്കാക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ പറയുന്ന കക്കൂസ് നമ്മൾ എടുക്കുക. ഇതുപോലെ തന്നെ കക്കൂസിൻ്റെ കുഴികളും ഒരു കാരണവശാലും നമ്മൾ മൂലയിലേക്ക് വരരുത്. ഒരു കാരണവശാലും അഗ്നികോണിലുണ്ടാവരുത്, കന്നിമൂലക്കുണ്ടാവരുത്. കക്കൂസായാൽ പോലും നമ്മൾ വീട്ടിലുള്ള അകത്തുള്ള കക്കൂസോ കുളിമുറിയോ ഒക്കെ തന്നെ ഈ അഗ്നിമൂലക്കും കന്നിമൂലക്കും ഒരു കാരണവശാലും നമ്മൾ വരാത്ത വിധത്തിൽ ശ്രദ്ധിക്കണം. അതോ വരികയാണെങ്കിൽ തന്നെ ഈ 150 സെൻറ്റിമീറ്റർ വിട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അടുക്കള വളരെ പ്രധാനമായിട്ടൊരു ഭാഗമാണല്ലോ. അടുക്കള എവിടെ വരേണ്ടത്? അടുക്കള വരാൻ ഏറ്റവും നമ്മൾ കേരളത്തിൽ പലരും തെറ്റായിട്ടാണ് ചെയ്യുന്നത്. കർണാടക, തമിഴ്നാട്, ഗോവ, ആന്ധ്ര, മഹാരാഷ്ട്ര ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അടുക്കള വരേണ്ടത് അഗ്നി എവിടെയാണോ ആ അഗ്നിമൂല എവിടെയാണോ ആ അഗ്നിയുടെ സ്ഥാനത്താണ് ശരിക്കും അടുക്കള വരേണ്ടത്. നമ്മൾ ഇന്ന് ചെയ്തെന്താണെന്നറിയോ, എവിടെയാണോ ജലമുള്ളത്, അഗ്നിക്ക് എതിരാണ് ജലം, ആ ജലം വരുന്നിടത്താണ് കൊണ്ടുപോയിട്ട് അടുക്കള ഉണ്ടാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അടുക്കള വരേണ്ടത് അഗ്നികോണിലാണ്. അഗ്നികോണിൽ നിന്നും നിശ്ചിത, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഒരു 150 സെൻറ്റിമീറ്റർ എങ്കിലും വിട്ടിട്ട്, നമുക്ക് 150 അല്ലെങ്കിലും കുറച്ച് ഭാഗം വിട്ടിട്ട് നമ്മൾ അടുക്കള പണിയണം. 150 സെൻറ്റിമീറ്റർ വിട്ടാൽ ഉത്തമം. എന്നിട്ട് വേണം നമ്മൾ അടുപ്പുണ്ടാക്കാൻ വേണ്ടി, അടുക്കളയല്ല അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കിഴക്കോട്ട് നിന്ന് കത്തിക്കുന്ന വിധത്തിൽ, സൂര്യനെ നോക്കി കത്തിക്കുന്ന വിധത്തിൽ ചെയ്ത ഉത്തമം. അപ്പോൾ ഈ അഗ്നിമൂല എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂലക്ക് 150 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുപ്പ് പണിയുന്നതാണ് ഉത്തമം. അവിടെയാണ് അടുപ്പ് വേണ്ടത്. കിണർ വേണ്ടത് യഥാർത്ഥത്തിൽ ഈശാനുകോണിലാണ് കിണർ വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ വാസ്തുപുരുഷൻ്റെ മുഖം വരുന്നതാണ് ഈശാനുകോണ്. അവിടെ ബെഡ്റൂം ഉണ്ടാവാൻ പാടില്ല, അവിടെ താഴ്ന്നു കിടക്കണം എന്ന് പറയില്ല. അപ്പം താഴ്ച എന്താ? കിണർ എപ്പോഴും താഴ്ചയാണ്.
അതുകൊണ്ടാണ് അവിടെ കിണർ ഒഴിക്കണം. അവിടെയാണ് കിണർ ഒഴിക്കേണ്ടത്. അവിടെ കിണർ ഒഴിക്കുക. അപ്പോൾ അത് വെള്ളത്തിൻ്റെ സ്ഥാനമാണ് അവിടെ. ആ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇന്ന് അടുക്കള ഉണ്ടാക്കുന്നത്. അവിടെ അടുക്കള ഉണ്ടാക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ ഉത്തമമായ സ്ഥാനം അഗ്നികോണാണ്. ഈശാനുകോണിലും അടുക്കള ഉണ്ടാക്കാം. വായുകോണിലും മോശമില്ലാത്ത സ്ഥാനമാണ്. ഈശാനുകോണിനേക്കാളും കുറച്ചും കൂടി നല്ല സ്ഥാനമാണ് വായുകോണ്. വായുകോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, വടക്ക് പടിഞ്ഞാറ മൂല. നമുക്ക് ഈ അഗ്നികോണിലും ആക്കാം. ഏറ്റവും ഉത്തമം അഗ്നികോണാണ്. ഇല്ലെങ്കിൽ വായുകോണിലേക്ക് വരാം. അല്ലെങ്കിൽ ഈശാനുകോണിൽ ആക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ ഈശാനുകോണിലേക്ക് നമ്മൾ ഈ പറയുന്ന ഈ കേരളത്തിലെ ആൾക്കാരുടെ അടുക്കള വരാൻ കാരണം എന്താ വെച്ചാൽ ഈ ഈശാനുകോണിലാണ് ഈ കിണറുണ്ടാവുക. അപ്പോൾ കിണറിനോട് ചേർന്നിട്ട് അടുക്കള അവിടുന്ന് വെള്ളമെടുത്ത് വേഗം അടുക്കള ഭക്ഷണത്തിൽ ഉപയോഗിക്കാം, കുളിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാലോ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന കുളിയും ജവും ഒക്കെ നടക്കുന്നിടത്ത് എത്ര അഴുക്കുണ്ടാവും. ഇതല്ലേ ഭക്ഷണത്തിനെ ബാധിക്കുക. അപ്പോൾ ശരിക്കും അത് രണ്ട് അന്തരമാണ്. അപ്പോൾ അടുപ്പ് വരേണ്ടടുത്ത് അഗ്നി താപം എപ്പോഴും ചൂട് നിലനിൽക്കേണ്ട സ്ഥലം അടുക്കളയാണ്. അപ്പോൾ അതാണ് അഗ്നിമൂലയുടെ പവിത്രത. അവിടെ എപ്പോഴും ശുദ്ധമായിരിക്കണം. അഗ്നിശുദ്ധി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഈ അഗ്നിശുദ്ധി വരേണ്ടത് ഈ പറയുന്ന അടുക്കളയിലാണ്. കാരണം ഭക്ഷണം ശുദ്ധിയില്ലെങ്കിൽ നമ്മുടെ ശരീരം മൊത്തം അശുദ്ധമാകും. ഭക്ഷണം അതുകൊണ്ട് ഭക്ഷണം ശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ് അഗ്നിമൂലയ്ക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യണം എന്ന് പറയുന്നത്. മറിച്ച് ഈശാനുകോണിൽ പറഞ്ഞ വെള്ളമാണ്. വെള്ളത്തിൽ പലതരത്തിലുള്ള അണുക്കളും മറ്റു കാര്യങ്ങളും കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്, മാലിന്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണവും ദോഷം ചെയ്യുന്ന തരത്തിലാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈശാനുകോണിൽ, ഇവിടെ കേരളത്തിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും ഈശാനുകോണിൽ ഇത്തരത്തിൽ അടുക്കള നിർമ്മിച്ചിട്ട്. യഥാർത്ഥത്തിൽ അടുക്കള നിർമ്മിക്കേണ്ടത് അഗ്നികോണിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ കഴിയും. വായുകോണിൽ നമുക്ക് ഇതാക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. ഇപ്പോൾ ഈ കുറ്റി അടിക്കുന്നുണ്ടല്ലോ, ഈ കുറ്റി അടിക്കാൻ വളരെ പ്രധാനമായിട്ട് മുഹൂർത്തം നോക്കേണ്ട ഒരു സമയമാണ്. അതിനാണ് കാരണം വീടിൻ്റെ നിർമ്മാണം നമ്മുടെ മനസ്സിൽ തുടങ്ങിയെങ്കിലും ഭൗതികമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ കുറ്റി അടിക്കുന്നതാണ്. ആ കുറ്റി അടിക്കുന്നതിനാണ് മുഹൂർത്തക്കല്ല് വെക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ട് സമയം കണ്ടെത്തേണ്ടത് ഈ കുറ്റി അടിക്കുക. അതോടുകൂടെ ചടങ്ങ് തുടങ്ങുന്നത്. അപ്പോഴത് എവിടെ തുടങ്ങേണ്ടത്? ഈ ഗണപതി ഭഗവാന്റെ മുന്നിലാണ് വേണ്ടത്. അതാണ് കന്നിമൂല എന്ന് പറയുന്നത്. അവിടെയാണ് കുറ്റി അടിക്കേണ്ടത്. ഈ കുറ്റി അടിക്കാൻ അർഹതയുള്ളത് പുരുഷന്മാർക്കാണ്. പല സ്ഥലത്തും ഈ കുറ്റി അടിക്കുന്ന ആൾക്കാർ വന്നിട്ട് ആ കുടുംബത്തിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം കൊണ്ട് കുറ്റി അടിപ്പിക്കുന്ന കാണാം. സ്ത്രീകൾ കുറ്റി അടിക്കാൻ പാടില്ല. അതെന്താ സ്ത്രീകളെ ഒറ്റപ്പെടുത്തുന്നത്? അത് ശരിയാണോ? അത് സ്ത്രീകൾക്ക് മാനസികമായി പ്രയാസം ഉണ്ടാവില്ലേ? അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പ്രകൃതിയെ മുഴുവൻ തന്നെ സ്ത്രീയായിട്ടാണ് കാണുന്നത്. നദികളെ ഗംഗാമാതാവ് എന്നല്ലേ വിളിക്കാറ് നമ്മൾ. അപ്പോൾ നദികളെ നമ്മൾ സ്ത്രീയായിട്ടാണ് കാണുന്നത്. പ്രകൃതിയെ നമ്മൾ സ്ത്രീയായിട്ടാണ് കാണുന്നത്. ഭൂമിയെ നമ്മൾ സ്ത്രീയായിട്ട് കാണുന്നത്. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി മാത എന്നാ പറയാ. അപ്പോൾ ആ സ്ത്രീയായിട്ട് കാണുമ്പോൾ അവിടെ കുറ്റിയടിക്കാനുള്ളത് സ്ത്രീകളല്ല ചെയ്യേണ്ടത്. സ്ത്രീകളുടെ ശരീരത്തിൽ സ്ത്രീകളല്ല, അവിടെ പുരുഷന്മാരാണ് കുറ്റിയടിക്കൽ ചടങ്ങ് ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പോൾ അവിടെ ഒരു ആൾ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരും വന്നിട്ട് ഇങ്ങനെ അതിനൊപ്പം ഒന്നും കൂടി വെറുതെ കൈകൊണ്ട് ഇതൊക്കെ ചെയ്യും. അത് സ്ത്രീകളല്ല പുരുഷന്മാർ ചെയ്യണം എന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഏതായാലും ഞാൻ ഈ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും മനസ്സിലാവാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ആദ്യത്തിലും അവസാനത്തിലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ ശ്രേഷ്ഠമായ സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും ശ്രേഷ്ഠമാണ്. അപ്പോൾ നമ്മളിനി ഇതിന് വേണ്ടിയിട്ട് പുറത്ത് പൈസ കൊടുത്തിട്ട് നമ്മുടെ ആ വിലയേറിയ സമയവും പൈസയും ഒന്നും കളയേണ്ടതില്ല. നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചിട്ട് നിങ്ങളുടേതായ വീടിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുക. നിങ്ങൾക്ക് ഒരു വീട് എടുത്തു പോയല്ലോ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി വീടിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ കാര്യം അതും എപ്പോഴും ശ്രദ്ധിക്കുക. വീടിനൊക്കെ സ്റ്റെപ്പ് ഉണ്ടാക്കുമ്പോൾ 2 അക്കത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ആ 2 അക്കത്തിൽ വെച്ചാൽ 2 സ്റ്റെപ്പാവാം, 4 സ്റ്റെപ്പാവാം, 6 സ്റ്റെപ്പാവാം. സ്റ്റെയർ കേസിൻ്റെ എണ്ണ ആയാലും ഇത്തരത്തിൽ 2, 4, 6 ആ വിധത്തിൽ ചെയ്യണം. വീടിൻ്റെ കണക്ക് അളവെടുക്കുമ്പോഴും 2ൻ്റെ ഗുണിതം വരുന്ന വിധത്തിൽ ചെയ്യുക. ഇതൊന്നും കണക്കിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, എവിടേക്കോ എത്തും. ഇത് തന്നെ എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ സ്റ്റെപ്പുകളുടെ എണ്ണം 2, 4, 6 എന്ന് ഗണത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഉചിതം. അത് നമ്മൾ സ്വതവേ പറയും ലാഭം നഷ്ടം. ആദ്യത്തെ ചുവടുവെപ്പ് എപ്പോഴും നമ്മൾ ലാഭത്തിലേക്കാണ് വെക്കുക. രണ്ടാമത്തെ ചുവടുവെപ്പ് നമ്മൾ നഷ്ടമായിരിക്കും ഉണ്ടാവുക. പിന്നത്തെ ചുവടുവെപ്പ് ലാഭത്തിലാവും. അതുകൊണ്ടാണ് ലാഭം നഷ്ടം ലാഭം. നമ്മൾ വീടിനകത്ത് കയറുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അത് നമ്മുടെ ലാഭം ഉണ്ടാകണം. നമ്മൾ ലാഭത്തിന് വേണ്ടിയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആയിരിക്കണം. ഇനി ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വീടിൻ്റെ എന്തെങ്കിലും നമുക്ക് മാനസികമായ പ്രയാസം ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ ഭഗവാനെ ഭജിക്കുക.
പിന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീടിൻ്റെ ഈ ദോഷങ്ങളും അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ ഗൃഹപ്രവേശനം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെ താഴെ തന്നെ ഗൃഹപ്രവേശനത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത ആൾക്കാർ അതൊന്നും കൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ തന്നെയാണ് താഴെയാണ് ഉള്ളത്. ഞങ്ങൾക്ക് 2 ചാനലാണ് ഉള്ളത്. ഒന്ന് ആധ്യാത്മിക സനാതനം എന്നുള്ളത്, അതിൽ ഭഗവത്ഗീത ക്ലാസ്, അതുപോലെ ഹരിനാമ കീർത്തനം, രാമായണത്തിൻ്റെയൊക്കെ ക്ലാസ്സുകളും, അതുപോലെ ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങൾ വരുമ്പോൾ ആ സംശയത്തിനുള്ള മറുപടികളുമാണ് ആ ഗ്രൂപ്പിലൂടെ ആ ചാനലിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും അതുപോലെ തന്നെ സഹകരണം കൊണ്ട് വളരെ നന്നായിട്ട് ഈ 2 ചാനലുകളും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. എല്ലാവരുടെയും സഹകരണം ഇനിയും ഉണ്ടാവണം. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പരമാവധി ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിലെ വീഡിയോസ് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.